വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളതിന് സമ്പൂർണ്ണമായിട്ട് അവിടുത്തെ മുമ്പാകെ യാഗമായിട്ട് അങ്ങ് പ്രത്യേകമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ കഴുകിയാട്ടെ, സ്നേഹത്താൽ നിറച്ചാട്ടെ. അങ്ങനെ തന്നെ കാണുവാൻ കർത്താവെ, അവിടുത്തെ വചനത്തിലെ യേശുവിനെ കാണുവാൻ, അങ്ങയുടെ ആ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ കർത്താവെ, അങ്ങേ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിപ്പാൻ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ പരസ്പരം സ്നേഹിപ്പാൻ കർത്താവ്, പരസ്പരം ശുശ്രൂഷിപ്പാൻ, പരസ്പരം കാലം എഴുകുവാൻ കർത്താവെ സഹായിച്ചാട്ടെ. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. അവിടുത്തെ വചനം കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ പങ്കിട്ട് തന്നാട്ടെ. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം ആണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ട്യൂസ്ഡേ മീറ്റിംഗ് ആയിട്ടില്ലായിരുന്നല്ലോ. കോട്ടേജ് മീറ്റിംഗ് അവിടെ കൊല്ലത്തായിരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ മുമ്പത്തെ ആഴ്ച വെളിപാട് പുസ്തകം 20-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 20-ാം അധ്യായം 2 ഭാഗങ്ങളായിട്ട് പ്രധാനമായിട്ടും തിരിച്ചിട്ടുള്ള ആദ്യത്തെ 10 വാക്യങ്ങൾ, പിന്നീട് 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തെ 10 വാക്യങ്ങൾ സാത്താന് സഹസ്രാബ്ദ വാഴ്ച, അതായത് കർത്താവ് വന്നതിന് ശേഷമുള്ള 1000 വർഷക്കാലമുള്ള ആ ഒരു ഭരണത്തിന്റെ സമയത്ത് സാത്താനെ അഗാധ കൂപത്തിലിടുന്നതും, അതിനുശേഷം അവൻ വിടുവിക്കപ്പെടുന്നതും, അവനെ പുറത്തു വിടുന്നതും, അവൻ പിന്നെയും ആൾക്കാരെ വഞ്ചിച്ച് അങ്ങനെ അവരെല്ലാം നിത്യനരകാഗ്നിയിലേക്ക് തള്ളിയിടുന്നതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന് ആദ്യത്തെ 10 വാക്യങ്ങളിൽ കാണുന്നത്. പിന്നീട് 11 മുതലുള്ള വാക്യങ്ങൾ അവിശ്വാസികളുടെ ന്യായവിധി നമ്മൾ അവിടെ കാണുന്നുണ്ട്. വിശ്വാസികൾക്ക് ന്യായവിധിയില്ല എന്ന ന്യായവിസ്താരം ഉണ്ടെന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ വിശ്വാസികൾ ന്യായവിധിയില്ല എന്ന് പറയുമ്പം ശിക്ഷാവിധിയില്ല, ന്യായവിധിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശിക്ഷാവിധിയില്ല. ദർ ഇസ് നോ കോണ്ടംനേഷൻ, ദർ ഇസ് നോ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ കോണ്ടംനേഷൻ. പല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു വാക്കാതെ ദർ ഇസ് നോ കോണ്ടംനേഷൻ ഫോർ ദോസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മൾ ആ റോമർ 8:1 ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, അത് നമുക്കൊരു കുറ്റം വിധിയില്ല എന്നുള്ള അർത്ഥത്തിലും ഈവൻ ശിക്ഷാവിധിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ ശിക്ഷാവിധി നമുക്ക് നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ കർത്താവ് കാൽവരി കുരിശില് ആ പാപത്തിന്റെ ശിക്ഷയായിട്ടുള്ള നിത്യമായിട്ടുള്ള നരകയാതന കർത്താവ് കാൽവരി കുരിശിൽ ഏറ്റതുകൊണ്ട് നമുക്ക് പിന്നെ ഇനിയൊരു ശിക്ഷാവിധിയില്ല. നമ്മൾ രക്ഷയിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ, അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവരാണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് നമ്മൾ മത്തായി 24:12-13 വാക്യങ്ങളിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഹി ഹു എൻഡ്യൂർസ് ടിൽ ദി എൻഡ് ഹി വിൽ ബി സേവ്ഡ്. അപ്പം എന്നാൽ വിശ്വാസത്തിൽ നിന്ന് പോയിപ്പോകുന്നവർ അനേകരെ വിശ്വാസത്യാഗം സംഭവിക്കും, വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ച സംഭവിക്കും എന്നൊക്കെ 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അനേകര് അന്ത്യകാലത്ത് വിശ്വാസത്തിൽ നിന്ന് വീണു പോകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്യാഗമൊക്കെ സംഭവിക്കും, അനേകരുടെ രക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. ഇന്നും അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും വിശ്വാസത്യാഗം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന കാലത്ത് അത് വല്ലാതൊരു തീവ്രമായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും. അവര് തന്നെ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവര് അവിശ്വാസികളായി മാറുന്ന ഒരു വഞ്ചനയിലായിരിക്കും. എന്ന് വെച്ചാല് കർത്താവിനെ വിശ്വസിക്കുന്നതെന്ന് വിചാരിക്കുന്നു, എന്നാൽ ശരിക്കും അവര് വഞ്ചിക്കപ്പെട്ട് അവര് പല യേശുവിന്റെ പേരിൽ നടക്കുന്ന പല അത്ഭുതങ്ങളോ അടയാളങ്ങളോ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ മാത്രം കേവല വിശ്വാസമായി തീർന്ന ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക്, അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക്, സ്വാർത്ഥപരമായ ചില ലക്ഷ്യങ്ങൾക്കായിട്ട് അവരുടെ ഒരു വിശ്വാസം അങ്ങനെ ഒരു വ്യാജ വിശ്വാസമായിട്ട് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വീണുപോയി അങ്ങനെയൊക്കെ രക്ഷ നഷ്ടപ്പെടുന്നവര് അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരെല്ലാം അവിശ്വാസികളുടെ കൂട്ടത്തില് ഈ 1000 വർഷക്കാലം ഭരണത്തിന് ശേഷമാണ് അവരുടെ ന്യായവിസ്താരവും ശിക്ഷാവിധിയും. എന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതെപ്പോഴാണ്? കർത്താവ് 2ാമത് വരുമ്പം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായിട്ട് ആണ് വിശ്വാസികളുടെ ന്യായവിസ്താരം, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമാണ് വിശ്വാസികളുടെ ന്യായവിസ്താരം. അപ്പം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായിട്ട്, അതായത് കർത്താവ് വരുമ്പോൾ, സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുമ്പോൾ കർത്താവ് അവിടെ നമ്മളവിടെ വായിക്കുന്നേ റോമർ 14-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള വാക്യം. എവിടെ? റോമർ 14:12 വാക്യത്തില് പൗലോസ് തന്നെയും കൂടെ ഉൾപ്പെടുത്തി എന്താ പറയുന്നത്? ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുക. For we will all stand before the judgment seat of Christ, judgment seat of God. 10-ാമത്തെ വാക്യം റോമർ 14:10. എന്നാൽ നീ 14:10 അതെ, അതിന്റെ 2-ാമത്തെ പാട്ടിൽ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരും, നമ്മളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. അതിന്റെ തൊട്ട് താഴെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം. 100 മേനി ഉള്ള പ്രതിഫലമുള്ളവരുണ്ട്, 60 മേനി പ്രതിഫലമുള്ളവരുണ്ട്, 30 മേനി കഷ്ടിച്ച് പാസ്സാവുന്നവരുണ്ട്.
പ്രാകാരം വരെ എത്തിയവരുണ്ട്, വിശുദ്ധ സ്ഥലം എത്തിയവരുണ്ട്. എന്നാൽ ജഡമാകുന്ന തിരശ്ശീലയ്ക്കും താണ്ടി അപ്പുറം ക്രൂശിന്റെ വഴിയിൽ അവര് സ്വയത്തിന് മരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവിനോട് ചേർന്ന് അവര് അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിനെ പിൻപറ്റി കർത്താവിന്റെ സ്വഭാവത്തിന് ദിവ്യസ്വഭാവത്തിന് പങ്കാളികളായി തീർന്ന് യേശുവിനെ പോലെ തങ്ങളുടെ ജീവിതത്തിൽ അവർക്കുള്ള വെളിച്ചത്തില് യേശുവിനെ പോലെ ആയിത്തീർന്നവര് അങ്ങനെ ഉള്ള ഒരു നൂറുമേനി ഫലം കായ്ക്കുന്നവർ കാണും. അങ്ങനെ അതിനനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും നമ്മൾ കഴിഞ്ഞ അങ്ങേ ആഴ്ച വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ചപ്പോഴും അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മളെ താലന്തുകളുടെ ഉപമയും മിനയുടെ ഉപമയൊക്കെ നമ്മൾ മത്തായി 25-ാം അധ്യായത്തിൽ നിന്നും ലൂക്കോസ് 19-ാം അധ്യായത്തിൽ നിന്നെല്ലാം നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അപ്പൊ ആ 12 അപ്പോസ്തലന്മാര് ഉണ്ട്. അതുപോലെ തന്നെ ദൈവം ഓരോരുത്തരുടെയും വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് 12 അപ്പോസ്തലന്മാരെന്ന് പറയുമ്പോൾ യൂദാസ് വീണുപോയി, അതിനു പകരം ഒരുപക്ഷെ പൗലോസിന്റെ സ്ഥാനമായിരിക്കണം എന്ന് വചനത്തിൽ ഒരിടത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, എന്നാൽ നമ്മൾ വചനം ഒന്ന് പുതിയ നിയമം വായിക്കുന്ന ആർക്കും മനസ്സിലാവും പൗലോസിന്റെ ശുശ്രൂഷ ദൈവം അതുപോലെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ സീൽ ചെയ്തിട്ടുള്ളത്, അതുപോലെ ദൈവം എന്താണ് പറയുന്നത്, ദൈവം സാക്ഷ്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പം യൂദാസിന് പകരം ആ 12 യൂദാസിന്റെ ആ സ്ഥാനത്ത് ഒരു നമ്മൾ സാക്ബേർന്ന് കേട്ടിട്ടുള്ളത് പോലെ ഒരുപക്ഷെ യൂദാസിന് ഒരുപക്ഷെ പൗലോസിന് യൂദാസിന് ഉണ്ടായിരുന്ന ആ ശുശ്രൂഷയും പൗലോസിന് ദൈവം ഒറിജിനലി വെച്ചിരുന്ന ശുശ്രൂഷ എല്ലാം കൂടെ പൗലോസിന് ആ വിശ്വസതയ്ക്ക് ഒത്തവണ്ണം, അതായത് ഈ 5 താലന്ത് കിട്ടിയവന് അവന് ആ 1 താലന്ത് അവന് 5ഉം കൂടെ ഉണ്ടാക്കി അവനാണ് 1 താലന്ത് അവിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത മനുഷ്യന്റെ താലന്തും കൂടെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ. അതായത് ഇപ്പൊ ഈ ഓഫീസില് 2 വർക്കേഴ്സ് ഉണ്ട്. ഒരാൾ നന്നായിട്ട് പെട്ടെന്ന് ഫയലെല്ലാം തീർത്തു കൊടുക്കും, മറ്റേ ആൾ ഇങ്ങനെ ഫയലും വെച്ചുകൊണ്ട് ഇങ്ങനെ അഹോരാത്രം ഇങ്ങനെ സാമട്ടില് ഈ ഇതിന് പറഞ്ഞ ആമയിടയുന്നൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഈ ഓഫീസറിന് പെട്ടെന്ന് കാര്യങ്ങൾ ജോലി കിട്ടണമെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്ക് കൊടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കിട്ടും, മറ്റേ ആൾക്ക് കൊടുത്താൽ പിന്നെ ഇനി അത് അവിടെ തന്നെ ഇരിക്കത്തെ ഇവിടെ 1 വർഷത്തേക്ക് അറിയാം എന്ന് പറയുന്നത് പോലെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ എന്താ പറഞ്ഞേ മടിയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെയും കൂടെ പിരിച്ചു വിട്ടിട്ട് പുള്ളിയുടെ ഫയലും കൂടെ എടുത്ത് ഇപ്പുറത്തെ ആൾക്ക് കൊടുത്ത് അയാൾക്ക് അത്രയും ശമ്പളം ഉയർവ് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ലോജിക്കലായിട്ടുള്ള കാര്യമാണ്, അതിലൊരു അന്യായമായിട്ടുള്ള കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ പലപ്പോഴും നമ്മൾ ആ ഉപമ പെട്ടെന്ന് വായിക്കുമ്പോൾ കർത്താവിന്റെ ഉള്ളവന് കൂടുതൽ കൊടുക്കും, ഇല്ലാത്തവന് ഉള്ളതും കൂടെ എടുത്തു പോകുന്നു, എന്തൊരു കർത്താവ് എന്ന് ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ആ വചനം വായിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളവന് കൂടുതലുള്ള ഇല്ലാത്തവനല്ലേ കുറച്ചുകൂടെ കൊടുക്കണ്ടേ എന്നാ നമ്മളെ ഈ ഒരു ഉദ്യോഗസ്ഥൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ആ വിളക്കിന്റെ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് 2 വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക, ഒരു വിളക്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ 2 വിളക്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു, ഒരു വിളക്കിൽ നന്നായിട്ട് അതങ്ങ് കത്തുന്നു, ഒരു വിളക്കിൽ ഈ എണ്ണയൊക്കെ ആയിട്ട് എന്തോ കരിന്തിരി മാതിരി നനഞ്ഞ തിരിമാതിരി ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടത് കത്താതൊക്കെ ഇരിക്കുന്നു. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഈ വിളക്കിലെ എണ്ണയും കൂടെ എടുത്ത് മറ്റേ കത്തുന്ന വിളക്കിലോട്ട് ഒഴിച്ച് അത് നന്നായിട്ടങ്ങ് കത്തട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു പറയുന്നത് പോലെ നമ്മൾക്ക് ആ ഒരു റെസ്പോണ്ടിങ് ടു ദ പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതാണ് ഉള്ളവൻ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കുള്ള റെസ്പോൺസ് അത് മാത്രമേ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമേ അല്ല, നമ്മുടെ സ്വയാധ്വാനത്തിന്റെ നമ്മളിൽ നിന്നുള്ളതിനാൽ ഒരു സ്വയാധ്വാനത്തിന്റെ ഒരു കാര്യമേ അല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് ക്രിസ്തീയ ജീവിതം ആദ്യം മുതൽ ഒടുക്കം വരെ കർത്താവിന്റെ പ്രേരണയ്ക്ക് നമ്മൾ എത്രമാത്രം നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആൽഫയും ഒമേഗയും കർത്താവാണ്. അതായത് നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിന് ആൽഫയും ഒമേഗയും കർത്താവെന്ന് വീണ്ടും വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും ഒക്കെ അത് പറയാൻ നമുക്കറിയാം. വെളിപാട് പുസ്തകം 1-ന്റെ 8-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്, ഞാൻ ആൽഫ ആൻഡ് ഒമേഗ, ഞാൻ തന്നെ ആൽഫ ഒമേഗ ആവുന്നു. ആൽഫ ഒമേഗ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, എയും ഇസഡും ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഗ്രീക്ക് ആൽഫബറ്റിലെ ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫ, അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. ആൽഫ ഒമേഗ ആണെന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവുമാണ്. A to Z എന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ A to Z, സെഡിന് സീന്നും സെഡെന്നും ഒക്കെ പല രീതിയിൽ ഉച്ചരിക്കുമല്ലോ. അപ്പം A to Z അല്ലെങ്കിൽ A to Z മാതിരി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളം അക്ഷരമാലയിൽ പിന്നെ അവിടെ എല്ലാം കൂടെ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. ഇങ്ങനെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം 51 അക്ഷരം എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പൊ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കർത്താവാണ് വിശ്വാസത്തിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ എല്ലാം കർത്താവാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് റോളൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ നമുക്ക് റോളുണ്ട്. എന്താ
നമ്മള് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മളങ്ങ് കീഴടങ്ങി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കർത്താവ് ചെയ്യുന്നതല്ല. എന്നുവെച്ചാൽ ഞാൻ അധ്വാനിച്ചു എങ്കിലും ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എത്രയെന്ന് എവിടെ വായിക്കുന്നത്? 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന സാക്ഷ്യം നമുക്കറിയാം. ഞാൻ ഏറ്റവും കുറഞ്ഞവനാണ്. 1 കൊരിന്ത്യർ 15-ന്റെ 9 വാക്യം. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ വിശ്വസ്തത അനുസരിച്ചായിരിക്കും ആ ഒരു നമ്മളുടെ ന്യായവിസ്താരം, അന്ന് നമ്മളുടെ പ്രതിഫലം അതുപോലെ ആയിരിക്കും. അപ്പം വെളിപാട് 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലെ സിംഹാസനങ്ങളില്, ന്യായാസനങ്ങളിൽ ഇരിക്കുന്നവരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആരെ ഇരിക്കാൻ പോകുന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പം എങ്ങനെ നമ്മളെങ്ങനെ നൂർമേനി ഫലം വിളയണ്ടേ എന്നുള്ള കാര്യം പറഞ്ഞ നമ്മളായിട്ട് എന്തോ കുറെ കിടന്ന മാർത്തയെ പോലും എന്തൊക്കെയോ നമ്മളായിട്ട് കുത്തിമറിയണം എന്നുള്ളതല്ല, മറിച്ച് മറിയത്തെ പോലെ കർത്താവിന്റെ കാൽക്കിലിരുന്ന് കർത്താവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മളങ്ങ് മുമ്പോട്ട് പോവുക. കർത്താവ് തരുന്ന ഫ്രീഡം, കർത്താവ് തരുന്ന സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ചയും റോമർ 8-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ അവിടെ ഒരു ജീവനും സമാധാനമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ടങ്ങ് പോവുക, കർത്താവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച്, കർത്താവ് വരുന്ന പ്രോംപ്റ്റിങ്ങിനനുസരിച്ച്. അപ്പൊ ഇതാ നമ്മളിവിടെ 1 കൊരിന്ത്യർ 15-9 ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് പോലും എനിക്ക് യോഗ്യതയില്ല, എങ്കിലും കർത്താവിനെ അപ്പോസ്തലനായിട്ട് വിളിച്ചു എന്ന് പറയുക. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. കർത്താവ് എനിക്ക് കൃപ തന്നു. അതായത് ആ വിളക്കിൽ എണ്ണ ഒഴിച്ചു, ആ എണ്ണ വേസ്റ്റായി പോയില്ല, അത് മൊത്തം കത്തി തീർന്നു. അതാ പറയുന്നത്. ആ കൃപ എന്ന് പറയുന്നത് എണ്ണയാണല്ലോ. കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിനെ എണ്ണയോടെ വചനത്തിൽ ഉപമിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഉടനീളം അറിയാം. അന്ന് എണ്ണ ഒഴിച്ചാണ്, എണ്ണ അഭിഷേകം ചെയ്താണ് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയൊക്കെ അഭിഷേകം ചെയ്ത് സ്ഥാനാരോഹണത്തിന്, അല്ലെങ്കിൽ അവരെ നിയമിക്കുമ്പം അനോയിന്റഡ് ദം വിത്ത് ഓയിൽ, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു പ്രതീകമാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പുതിയ നിയമത്തിൽ അഭിഷേകം എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമ്മളത് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അഭിഷേകം എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവിനോട് അനുബന്ധിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം. 2 കൊരിന്ത്യറിലേക്ക് നമ്മളിന്ന് 2 പേജ് അപ്പുറത്തോട്ട് തിരിക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യറിൽ അവിടെ 1-ാം അധ്യായത്തിന്റെ അവിടെ ദ അനോയിന്റിങ് എന്ന് പറയുന്ന, അതെ, സീൽഡ്, അതെ, 22-ാമത്തെ 1-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യത്തില് ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിന്നെ 1 യോഹന്നാനിലെ ആത്മാവിന്റെ അച്ചാരം എന്നുള്ളൊരു കാര്യം, ആത്മാവെന്നുള്ളൊരു സീൽ, പ്ലഡ്ജായിട്ട്, ഒരു അച്ചാരമായിട്ട്, ഒരു ഉറപ്പായിട്ട് ദൈവം നമുക്ക് നമ്മളെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ അനോയിന്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. 21-ാമത്തെ വാക്യം, അഭിഷേകം, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ട് നമുക്ക് ആചാരമായിട്ട് തന്നിരിക്കുന്നു പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അഭിഷേകം എന്നുള്ള വാക്ക് പഴയ നിയമത്തില് അനോയിന്റിങ് എന്നുള്ള വാക്ക് എണ്ണയോട് ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പുതിയ നിയമത്തിൽ ഇവിടെ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം 21-22 വായിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നു. ഈവൻ 1 യോഹന്നാൻ 1-ാം അധ്യായത്തില് 1 യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം നമ്മൾ എടുക്കുമ്പോൾ അവിടെയും നിങ്ങളിലുള്ള അഭിഷേകം എല്ലാം ഉപദേശിച്ചു തരുമെന്ന് പറയുന്ന വാക്യം നമുക്കറിയാം. എവിടാ? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തില് അസ്ഫോയു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. 1 യോഹന്നാൻ 2-27, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പിന്നെ ഇവൻ 20-ാമത്തെ വാക്യം, ആ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെന്ന 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്നത് വെച്ചാൽ എന്നിലുള്ള അവന്റെ കൃപ വ്യർത്ഥമല്ല എന്നുള്ളതിൽ നിന്ന് ഞാൻ ആ അഭിഷേകം എന്നുള്ള വാക്ക്, ആ കൃപ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകമാണെന്ന് പറഞ്ഞു വരുന്നത്. അതാ നമ്മൾ 2 കൊരിന്ത്യർ 1-ന്റെ 21-22 വാക്യങ്ങളിലും കണ്ടു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 20-27 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു.
1:15 നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ എന്താ നമ്മൾ വായിച്ചേ, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല, അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെ ദൈവകൃപയത്രേ, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അതായത് ഞാൻ എന്തോ ചെയ്തു എന്നുള്ളതല്ല, ഞാൻ അധ്വാനിച്ചു എന്ന് യഥാർത്ഥത്തിൽ ഞാനല്ല അധ്വാനിച്ചത്, ദൈവകൃപയാണ്. പരിശുദ്ധാത്മ വെച്ചാല് വണ്ടി ഇത്രയും 14 കിലോമീറ്റർ ഓടി എന്നാ അത് ഈ പെട്രോളും എഞ്ചിനും ഒക്കെയാണ്. ഞാൻ ജസ്റ്റ് അവിടെ വരുന്ന സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് തിരിച്ച് ഒന്ന് ബ്രേക്കൊക്കെ ചവിട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന്, ശരിക്കും പറഞ്ഞ ഞാനല്ല ഓടിച്ച്, എന്റെ എന്തോ ഇതല്ല, മറിച്ച് ആ എഞ്ചിന്റെ നല്ല എഞ്ചിനുണ്ട്, നല്ല ഫ്യൂവല് പെട്രോളും ഡീസലും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും നമ്മളുടെ ഒരു റെസ്പോൺസ് ആവശ്യമുണ്ട്. ഇപ്പം ദൈവമാണ് എല്ലാം ചെയ്യുന്നത് എന്ന നമ്മളുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ റെസ്പോണ്ടിങ് ടു ദ പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മെ തന്നെ താഴ്ത്തുവാൻ പ്രേരണ തരുന്നു. അവിടെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ കർത്താവ് ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ, കർത്താവ് സംസാരിച്ചതുപോലെ സംസാരിക്കാൻ, കാരുണ്യത്തോടെ സംസാരിക്കാൻ, കാർക്കശ്യത്തോടെ സംസാരിക്കാൻ, ചില സമയത്ത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ വേണ്ട സമയത്ത് നമ്മൾ അവിടെ മനുഷ്യമാനോ, അയ്യോ അവരെന്ത് പേരിക്കും എന്ന് പറഞ്ഞ് എന്തോ ഒരു മനുഷ്യനെ പ്രീതിപ്പെടുത്തി മാൻ പ്ലീസറായിട്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ തീക്ഷ്ണതയോടെ ചില കാര്യങ്ങൾ കർക്കശ്യത്തോടെ ഫേമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനും ചെയ്യേണ്ടടുത്ത് ചെയ്യാനും, എന്നാൽ നമ്മള് മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കാനും, പറയേണ്ടടുത്ത് പറയുവാനൊരു സമയമുണ്ട്, മിണ്ടാതിരിക്കുവാനൊരു സമയമുണ്ട്. അതൊക്കെ നമ്മൾ എക്ലേസിയാസ്റ്റിസ് സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും കർത്താവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് അങ്ങ് മുമ്പോട്ട് പോകുമ്പം അവിടെ ഒരു ഹി മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം, എല്ലാം കർത്താവ് തന്നെ സമയത്ത് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നു എന്നൊക്കെ നമ്മൾ സഭാപ്രസംഗി 3:11 വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലും കർത്താവ് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അന്ന് നമുക്കും കർത്താവ് ഇതുപോലെ ന്യായാസനങ്ങളിലിരുന്ന് കർത്താവിന്റെ കൂടെ വാഴുവാനുള്ള ഒരു അധികാരം തരും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. നമ്മള് വെറുതെ ഈ വാക്യങ്ങൾ അങ്ങ് വായിച്ച ആർക്കോ ന്യായാസനത്തിൽ ആരൊക്കെ ഇരുന്ന് വാഴുന്നു, അധികാരം കൊടുത്തു, അവര് ഇങ്ങനെയൊക്കെ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു എന്നൊക്കെ വായിച്ച് നമുക്കങ്ങ് പോവാം. പക്ഷെ അവിടെ ആ വചനം എന്നിൽ എങ്ങനെ ക്രിയ ചെയ്യുന്നത്? കർത്താവ് എന്നെയും അതുപോലെ വാഴാനില്ലേ? വേറെ ആർക്കൊക്കെയോ ആരൊക്കെയോ വാഴുന്നു. അതിപ്പോ അവര് വിളിക്കപ്പെട്ടവരൊക്കെ അങ്ങ് വാണുള്ളൂ. നമ്മള് അയ്യോ പാവം ഞാനിവിടെ ഇങ്ങനെ പമ്മി ഇരുന്നോളാം എന്നുള്ളതല്ല. കർത്താവ് എനിക്ക് വേണ്ടി ആ കർത്താവ് കാൽവരി കുരിശിൽ മരിച്ചേ. ഈ ഭൂമിയിൽ ഒരു പാപിയില്ലായിരുന്നു, ഞാൻ മാത്രമേ പാപിയായിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ പോലും എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി എന്റെ കർത്താവ് അത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചേ. അപ്പൊ കർത്താവ് അവിടുന്ന് മരിച്ചതിന്റെ ആ ഒരു പൂർണ്ണ പ്രതിഫലമായിട്ട് എന്റെ ജീവിതം വേണം. കർത്താവ് ഞാൻ വാഴാൻ വേണ്ടി ആ കർത്താവ് എന്നെ കുറിച്ച് നിത്യതയിൽ ഞാൻ കർത്താവിനോട് കൂടി ഇരുന്ന് വാഴാൻ ആ കർത്താവ് എന്നെ വിളിച്ചിട്ടുള്ളെങ്കിൽ അയ്യോ എനിക്ക് വാഴുവൊന്നും വേണ്ട, ഞാൻ എങ്ങനെ സ്വർഗത്തിന്റെ മൂലയിൽ അങ്ങനെ ആരും കാണാതെ പമ്മി അങ്ങ് ഇരുന്നോളാം, എനിക്ക് എങ്ങനെങ്കിലും ഒരു സീറ്റ് അങ്ങ് സ്വർഗത്തിൽ അങ്ങ് തന്നാൽ മതി, അങ്ങ് നരകത്തിലോട്ട് പോകേണ്ട, അതുകൊണ്ട് സ്വർഗത്തിലൊരു മിനിമം അജണ്ടയായിട്ട് ഞാൻ അങ്ങനെ ഇരുന്നോളാം എന്ന് പറയുന്നത് കർത്താവിനെ മുഖത്തടിക്കുന്ന പോലുള്ള ഒരു ധിക്കാരമാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഇഷ്ടം പോലൊക്കെ ജീവിച്ചോളാം, അവസാനം കർത്താവ് എല്ലാം അങ്ങ് പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് അങ്ങ് സ്വർഗത്തിലൊക്കെ അങ്ങ് വന്നോളാം, എനിക്കൊരു അങ്ങനെ അങ്ങോട്ടൊരു വിസയും പാസ്പോർട്ടും മാത്രം, മിനിമം ഒരു ടിക്കറ്റ് മതി, സ്വർഗത്തിൽ എനിക്ക് വാഴുവൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് താഴ്മയില്ല, മറിച്ച് അത് അഹങ്കാരമാണ്, അത് നികളവാ. എന്നുവെച്ചാൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നേ നമ്മളെ കർത്താവിനോട് ഏറ്റവും ചേർന്നിരുന്ന് കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് എപ്പോഴും നിത്യതയിൽ ഏറ്റവും അടുത്തായിരിക്കണം എന്നുള്ള കാര്യം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മള് എന്തോ ഒരു വ്യാജ താഴ്മയോ എനിക്ക് അങ്ങനൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ എവിടെങ്കിലുമൊക്കെ അങ്ങനെയുള്ളതല്ല, മറിച്ച് കർത്താവ് എനിക്ക് അങ്ങയോട് നിത്യതയിൽ ഏറ്റവും വിലപ്പെട്ടത് കർത്താവെ, അങ്ങയോടുള്ള ആ ഒരു അടുപ്പം, അങ്ങാണല്ലോ ഏറ്റവും വിലപ്പെട്ടവൻ. പിന്നെ നിത്യതയിലെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് എന്തോ കിരീടത്തിനോ അല്ലെങ്കിൽ ഏതോ മാൻഷൻസ്, ഏതോ വലിയ സ്ഥലങ്ങൾക്കായിട്ട് കൊട്ടാരങ്ങൾക്കായിട്ടുള്ള എന്തോ ഒരു സ്വാർത്ഥത കൊണ്ടുള്ള ആ ഒരു കാര്യമല്ല. അതൊക്കെ ഒരു ആലങ്കാരിക ഭാഷയാ, കിരീടവും മാൻഷൻസ് അല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങൾ മാതിരിയൊക്കെ മാൻഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ യോഹന്നാൻ 14-ാം അധ്യായത്തില് മലയാളത്തിൽ എങ്ങനെ അത് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് നോക്കിക്കോട്ടെ. അവിടെ KJV മാൻഷൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാൻ 14-ാം അധ്യായത്തില് പിതാവിന്റെ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്നത്. അതെ, ഹാവ് ടോൾഡ് ഡ്വെല്ലിംഗ് പ്ലേസസ്, അത് മാൻഷൻസ് എന്ന് മറ്റുമാണ് KJV ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്വെല്ലിംഗ് പ്ലേസസ് NASB
മലയാളത്തിൽ ഇത് അനേക വാസസ്ഥലങ്ങൾ. അപ്പൊ എന്തോ വലിയ വാസസ്ഥലം, വലിയ എന്തോ ഒരു മണിമാളിക ആയിട്ടോ അല്ലെങ്കിൽ എന്തോ വലിയ കിരീടമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെന്തോ അത് ഒരു സ്വാർത്ഥതയാണ്. അതെന്തോ അങ്ങനെ ഒരു മറ്റുള്ളവർ മുമ്പ് ഞാൻ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ വിശ്വസ്തനാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മള് കർത്താവ് ക്രൂസിനെ ഒന്നും ഒട്ടും അറിഞ്ഞിട്ടില്ലെന്ന് അർത്ഥം. മറിച്ച് കർത്താവ് എനിക്ക് അങ്ങയോട് എനിക്ക് അങ്ങ് മാത്രം മതി, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് അങ്ങല്ലാതെ വേറെ ആരാ ഉള്ളത്, എനിക്ക് അങ്ങയോട് ഏറ്റവും ചേർന്നിരിക്കണം കർത്താവെ. അതിനായിട്ട് കർത്താവെ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും തരുന്നു. അവിടുന്ന് എന്റെ ഈ ഒരു ജീവിതത്തിൽ അവിടുന്ന് എന്നിലൂടെയും ചെയ്തെടുക്കാൻ എന്തൊക്കെയാ ആഗ്രഹിക്കുന്നത് അതെല്ലാം അങ്ങ് ചെയ്തെടുക്കണേ, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് നമ്മൾ അതുപോലെ കർത്താവിന്റെ ആ ഒരു പ്രേരണയ്ക്കും നമ്മെ തന്നെ താഴ്ത്തുവാനും എന്ന് പറയുമ്പോൾ എന്താ നമ്മെ തന്നെ താഴ്ത്തിയപ്പോൾ നമ്മളൊന്നും ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഡോർമെന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. നമ്മെ തന്നെ താഴ്ത്തുമ്പോഴാണ് പരിശുദ്ധാത്മ നമ്മളിലൊന്നും നിറയുന്നതും. പരിശുദ്ധാത്മ നമ്മളിലൊന്നും നിറയുമ്പോൾ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. എന്നെ ശക്തനാക്കുന്ന മുഖം ഞാൻ സകലത്തിലും മതിയായവൻ, ഫിലിപ്പിയർ 4:13. അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം അതെല്ലാം വിശ്വസ്തയോടെ ചെയ്യാനും നമ്മുടെ പല കാര്യങ്ങളും ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു സാക്ഷിയാകാനും മറ്റുള്ളവരുടെ കർത്താവിനെ കുറിച്ച് പറയാനും ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വചനം ഷെയർ ചെയ്യുന്നു, സാക്ഷ്യം ഷെയർ ചെയ്യുന്നു, സുവിശേഷം ഷെയർ ചെയ്യുന്നു, ബൈബിൾ കൊടുക്കുന്നു, ട്രാക്ട് കൊടുക്കുന്നു. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ ചെയ്ത് ആ ഒരു പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിന് മരിച്ച് കർത്താവിന്റെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ കർത്താവ് നമ്മളിലൂടെയും വലിയ കാര്യങ്ങൾ ചെയ്യും. അന്ന് നമുക്കും കർത്താവിനോടുകൂടെ വാഴാൻ പറ്റും. അതാ നമ്മളിവിടെ വായിക്കുന്നത്. അവർ ആ വെളിപാട് 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. ഇവിടെ വാഴുന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന ചില വാക്യങ്ങൾ നമ്മളിവിടെ നമ്മുടെ അന്തിമവിജയം പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യങ്ങളൊക്കെ വായിച്ചായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തില് അതിന്റെ 8:17 പറയുന്നുണ്ട്, എന്നാൽ 5:17 അതിനു മുമ്പ് പറയുന്നുണ്ട് ഒരു ക്രിസ്തു യേശുവിൽ വാഴുന്ന ഒരു കാര്യം. റോമർ 5:17 നമുക്ക് ആദ്യം എടുക്കാം. നമ്മൾ അന്തിമജീവിതത്തിൽ 8:17 ആ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. 5:17 അപ്പൊ ആദ്യം 8:17 എന്ന റെഫറൻസ് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു പോയി ചിലപ്പം പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, 5:17 ആയിരിക്കും ഉദ്ദേശിച്ചത് നോക്കുമ്പോൾ ശരിക്കും 8:17 വാഴുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ 5:17 2:17 തന്നെ 5:17 വാഴുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ റോമർ 5:17 ഏകന്റെ ലംഘനത്താൽ ആരെ ഏകൻ? ആദാമാണ് ലംഘനം. ആദാമും ഹവ്വയും എന്ന് പറയുമ്പോൾ ഹവ്വയാണ് ആദ്യം പാപം ചെയ്തെന്നുണ്ടെങ്കിൽ പോലും ആദാമാണ് ഹവ്വയുടെ തല. ആദാമിനാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. സാത്താന്റെ ഇടയ്ക്ക് ഹവ്വ ചിറ്റ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആദാം അവിടെ വായും പൊളിച്ചുകൊണ്ടിരുന്നു. അത് ആദാം അവിടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു നമ്മളവിടെ ഉൽപ്പത്തി 3 വായിക്കുന്നത്. ഏകന്റെ ലംഘനത്താൽ എന്ന് പറയുമ്പോൾ എന്താ ആദാമിനെ പിടിച്ച് പറഞ്ഞിരിക്കുന്നത് ഹവ്വയല്ലേ, ഹവ്വാമ്മച്ചിയല്ലേ ആദ്യം പാപം ചെയ്തേ എന്ന് നമ്മളെ സ്ത്രീപക്ഷത്ത് നിന്ന് കർത്താവ് പറയും. അല്ല, അവക്ക് ഞാനൊരു തല കൊടുത്തായിരുന്നു, ആ തല ആയിട്ടുള്ള പുരുഷന് അവന് ആ പുരുഷന്റെ സ്ഥാനം എടുക്കാതെ അവനിങ്ങനെ പമ്മിക്കളിച്ചു. അതുകൊണ്ട് അവന്റെ ലംഘനമാണ്. എന്താ നമ്മളവിടെ അവളോട് കൂടെ ഉണ്ടായിരുന്നവന് 6-ാമത്തെ വാക്യം ഉൽപ്പത്തി 3:6 വാക്യം ഷീ ഗേവ് ഓൾസോ ടു ഹർ ഹസ്ബൻഡ് വിത്ത് ഹർ ആൻഡ് ഹി ഏറ്റ്. അപ്പൊ ഹസ്ബൻഡ് എവിടെ ഉണ്ടായിരുന്നു? വേറെ എവിടെയെങ്കിലും തോട്ടത്തിന് ഏതെങ്കിലും തോട്ടത്തിന് എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കുമല്ലായിരുന്നു, ഹസ്ബൻഡും കൂടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധാരണമായിട്ട് ഇങ്ങനെ സ്നേഹസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായും പൊളിച്ചുകൊണ്ടിരുന്നു. മിണ്ടാതിരിക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, നീ അവിടെ നിന്റെ പാട്ടിന് പോ എന്ന് തലയായിട്ട് പറയേണ്ട സ്ഥാനത്ത് ആദാം ഇങ്ങനെ വായും പൊളിച്ച് സാധാരണ എന്ത് പറയുന്നു, ഹവ എന്ത് പറയുന്നു, കോൺവെർസേഷനൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് വായും പൊളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദാമിന്റെ ഒരു ലംഘനം. അപ്പൊ അത് നമ്മള് 6-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കും. ആ വൃക്ഷഫലം തിരുവനല്ലത് എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്ന്. ഓക്കെ, മലയാളത്തിൽ അവന്റെ കൂടെ എന്നുള്ള വിത്ത് എന്നുള്ള ആ വാക്ക് മലയാളത്തിൽ അങ്ങ് വിഴുങ്ങി കളഞ്ഞെന്ന് തോന്നുന്നു. തിന്നുവാൻ കാണുവാൻ ഭംഗിയുള്ളതും. ഇംഗ്ലീഷില് സാക്രിഫൈസ് നമ്മൾ പലപ്പോഴും എടുത്തു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹു വാസ് വിത്ത് ഹർ ഹസ്ബൻഡ് വിത്ത് ഹർ, അവളോട് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു എന്നാണ് ശരിക്കും അതിന്റെ ഇംഗ്ലീഷില് നമ്മളത് വായിക്കുന്നത്. അതെ, മലയാളത്തിൽ അത് ഞാൻ വ്യക്തമായിട്ട് വന്നിട്ടില്ലെന്ന എനിക്ക് മനസ്സിലാവുന്നത്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു. അപ്പൊ ആ ഏകന്റെ ലംഘനത്താൽ, അത് നമ്മളിപ്പം തിരിച്ച് റോമർ 5:17 വായിക്കുമ്പം ആദാമിന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം മരണം വാഴുന്നു. ആദാമിന്റെ ലംഘനം കാരണം മരണം, ആത്മീയ മരണം, ദൈവത്തിൽ നിന്നുള്ള വേർപാട് ഇന്ന് ലോകത്തിൽ അതാണ് വാഴുന്നത്. അതുകൊണ്ട് ലോകത്തിൽ ഇതുപോലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും പ്രശ്നങ്ങളും അതുപോലുള്ള എന്തെല്ലാം
അതുപോലെയുള്ള കൂട്ടക്കുരുതികളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. പലരും ചോദിക്കുകയോ ദൈവം നിങ്ങളുടെ ദൈവമൊക്കെ ഇവിടെ നിങ്ങൾ പറയുന്ന ദൈവം ഉണ്ട്, ദൈവം കരുണാമയന, അങ്ങനെയാണെങ്കിൽ എന്താ ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്, ആത്മഹത്യകൾ നടക്കുന്നത്, ദൈവത്തിന് എന്താ കണ്ണില്ലേ ചെവിയില്ലേ, നിങ്ങളുടെ ദൈവം എവിടെ പോയി ഒളിച്ചു ഇതൊക്കെ നടന്നപ്പോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കഴിഞ്ഞൊരു മീറ്റിംഗിൽ ഞാനത് പറയുമായിരുന്നു. ഒന്ന് യോഹന്നാൻ 5:19 പറയുന്നുണ്ട്, ഈ സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിലാണ് ഉള്ളത്. ദൈവത്തിന് ഒരു പരമാധികാരം മേലെ ഉണ്ട്. ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഇത് ശാപഗ്രസ്തമായ ഒരു ഭൂമിയാണ്. ആദാമിന് ദൈവം വാഴാനായിട്ടൊക്കെ കൊടുത്തു. ഉൽപ്പത്തി 1-ാം 28-ാമത്തെ വാക്യം. എന്നാൽ ആദാം ആ താക്കോലെടുത്ത് സർപ്പത്തിന്, അതായത് പിശാചിന് എടുത്തു കൊടുത്തു. അപ്പം പിശാചിന് അധീനതയിലാണ് ഇന്ന് ഭൂമി ഉള്ളത്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. അപ്പൊ അങ്ങനെ ശാപഗ്രസ്തം ഇതുകൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ഉൽപ്പത്തി 3 നമ്മൾ വായിക്കുന്നുണ്ട്. കേഴ്സ്ഡ് ഈസ് ദി എർത്ത്. അങ്ങനെ ശാപഗ്രസ്തമായ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാത്താൻ പലതരത്തിലുള്ള കൺഫ്യൂഷനും കാര്യങ്ങളുമാണ് ഇന്ന് കൊല്ലാനും മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളം വരുന്നില്ല. അതിന് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് യോഹന്നാൻ 10-10 വാക്യം നമുക്കറിയാം. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ അവനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ദൈവം ഇത് അനുവദിക്കുന്നു. എന്തിനു വേണ്ടിയാ? അതിലൂടെയെങ്കിലും മനുഷ്യര് അവരുടെ ആവശ്യബോധത്തിൽ കർത്താവിലേക്ക് തിരിയാനായിട്ട് ദൈവം അത് എല്ലാം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ള വാക്യം റോമർ 8:28 നമുക്കറിയാം. പക്ഷെ എന്നാലും കർത്താവ് ഇതും തോതിന് അനുവദിച്ച് അതും തോതിന് അനുവദിച്ച് നമുക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല ചോദ്യങ്ങളൊക്കെ ഇന്ന് കാണും. പക്ഷെ എന്നാൽ കർത്താവിനെ നമ്മൾ ഇന്നാളിൽ കാണുമ്പം നമ്മുടെ ചോദ്യമെല്ലാം നാവിറങ്ങിപ്പോകും. കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്തു നമ്മൾ പറയും. ഇന്ന് നമുക്ക് നമ്മളുടെ ഈ 1 ബുദ്ധി എന്ന് പറഞ്ഞാൽ 1.4 kg ഉള്ളൂ നമ്മുടെ ബ്രെയിന്റെ വെയിറ്റ്. ആവറേജ് കുറെ മനുഷ്യരുടെ ബ്രെയിന്റെ വെയിറ്റ് എടുത്ത് തൂക്കി നോക്കുവാണെങ്കിൽ 1.4 kg ഉള്ളൂ, 1400 ഗ്രാമേ ഉള്ളൂ ഏകദേശം. അപ്പൊ അത് 1.4 ബുദ്ധിക്ക് അത് ദൈവത്തിന്റെ അപരിമേയമായ ജ്ഞാനം നമ്മൾ ഈ കൊച്ചു ബുദ്ധിയിൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പം ഒരു സമുദ്രം മൊത്തം കൂടി ഒരു സ്പൂണില് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം പലതരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഇന്ന് ഭൂമിയിൽ അനുവദിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഹിതമില്ല. ദൈവത്തിന്റെ പരിപൂർണ്ണ ഹിതമൊന്നുമല്ല. ദൈവത്തിന്റെ പരിപൂർണ്ണ ഹിതം ദൈവത്തിന് വിധേയപ്പെടുന്ന എല്ലാ ദൈവമക്കളിൽ നിന്ന് പറയാനും പോലും പറ്റത്തില്ല. ദൈവത്തിന് വിധേയപ്പെടുന്ന ദൈവമക്കളിൽ മാത്രമേ ദൈവത്തിന്റെ പരിപൂർണ്ണ ഹിതം ഇന്ന് നടക്കുന്നുള്ളൂ. എന്നാൽ കർത്താവിന്റെ പരിപൂർണ്ണ ഹിതം നടക്കുന്ന ഒരു നാള് എന്നാ വരുന്നത്? കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലും പിന്നീടുള്ള പുതിയ ആകാശം പുതിയ ഭൂമിയിലും എല്ലാം കർത്താവിന് പരിപൂർണ്ണ ഹിതം നടക്കും. എന്നാൽ അതുവരെയുള്ള കാലയളവിൽ ഇന്ന് യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തില്, ദൈവമക്കളുടെ കുടുംബങ്ങളില്, ദൈവമക്കൾ കൂടി വരുന്ന കർത്താവ് ബിൽഡ് ചെയ്യുന്ന സഭയിലെ എല്ലാം ദൈവത്തിന്റെ പരിപൂർണ്ണ ഹിതം നടക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ അവിടെ പോലും നമുക്കറിയാം എന്തെല്ലാം നമ്മളാരും അതിന്റെ നമ്മളെ പെർഫെക്ഷനിൽ നിന്ന് എത്രയെല്ലാം കുറവുള്ളവരാ നമ്മൾ ഓരോരുത്തരും എന്നുള്ള കാര്യം നമുക്കറിയാം. അതാ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ വാഴുന്ന കാര്യം പറയുമ്പോൾ റോമർ 5:17 വാക്യം, ഏകന്റെ ലംഘനത്തിൽ മരണം ആ ഏകൻ നിമിത്തം മരണം വാഴു എന്ന ലോകത്ത്, എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും നീതിദാനമായിട്ട് ലഭിക്കുന്ന ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്, അതാ നീതിയുടെ ദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവര് യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ആ വാഴുന്ന അവർ ഭൂമിയിലും വാണു, ഭൂമിയിലെ ആത്മാവിൽ അവർ വാണു. അതുകൊണ്ടാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ അവര് കർത്താവിനോട് കൂടെ, സഹസ്രാബ്ദ വാഴ്ച ഈ ഭൂമിയിലാണ് നടക്കാൻ പോകുന്നത്. സഹസ്രാബ്ദ വാഴ്ചയിൽ അവർ കർത്താവിനോട് കൂടി വാണു. നമ്മൾ റോമർ 20:4 നമ്മൾ വായിക്കുമ്പം ഇന്ന് നമുക്ക് ആത്മാവില് വാഴുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏതിന്റെ മേലാണ് നമ്മൾ വാഴണ്ടേ? നമ്മളെ പാപത്തിന്റെ മേലെ വാഴണം. പാപത്തിന്റെ മേലെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ മീതെ, ലോകത്തിന്റെ മീതെ, സാത്താന്റെ മീതെ നമ്മൾ വാഴണം. അതാ പാപത്തിന്റെ മീതെ വാഴണം എന്ന് പറഞ്ഞാൽ. പാപത്തിന്റെ മീതെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജഡം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്റെ മീതെ നമ്മൾ വാഴുമ്പോൾ ആ ജഡത്തിലുള്ള ആ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം, അതിന്റെ ആ മോഹങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലോക വ്യവസ്ഥയുണ്ട്. ആ ലോകത്തിനെയും നമ്മൾ വാഴുക. ലോകത്തിന്റെ മീലെ ഐ ഹാവ് ഓവർകം ദ വേൾഡ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ലോകത്തെ വാണു. ആ അർത്ഥത്തില് കർത്താവോട് റോമൻ ഗവൺമെന്റിനെ ജയിച്ചെന്നല്ല പറയുന്നത്, മറിച്ച് ആ ലോക വ്യവസ്ഥയെ 1 യോഹന്നാൻ 2:16 പറയുന്നത് പോലെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം എന്ന ആ ലോക വ്യവസ്ഥയെ കർത്താവ് ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33 ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഈ പല റെഫറൻസ് പറയുമ്പോൾ പാസിംഗ് ആയിട്ട് പറയുന്ന റെഫറൻസസ് ഉണ്ട്. ഞാൻ നമ്മൾ എന്തിനു പറയുന്നത്, ഇങ്ങനെ എടുത്ത് ചിന്തിക്കുന്ന റെഫറൻസസ് ഉണ്ട്. അപ്പൊ പാസിംഗ് ആയിട്ട് പറയുന്ന റെഫറൻസസ് നിങ്ങൾക്ക് അത് എഴുതിയെടുത്ത് പിന്നീട് നോക്കാനൊക്കെ പറ്റുവാണെങ്കിൽ അത്ര നല്ലത്. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് പറയുക. അപ്പം ആ റെഫറൻസ് ഈ റെഫറൻസ് എല്ലാം കൂടെ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചിന്തിക്കേണ്ട. ആക്റ്റീവായിട്ട് നമ്മൾ എടുത്തു പറയുന്ന റെഫറൻസസ്
അത് അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. പാസീവായിട്ടുള്ള പറയുന്ന റെഫറൻസസ് അത് ഒരുപക്ഷെ കുറച്ചുകൂടെ വചനത്തിന് ദാഹമുള്ളവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരല്ല. അപ്പം എല്ലാവർക്കും അത് ശരി, എല്ലാവരുടെയും കപ്പാസിറ്റി വളരെ പലർക്കും പല റേഞ്ച് ഉണ്ട്, പല കപ്പാസിറ്റി ഉണ്ട്. അപ്പം ആക്റ്റീവായിട്ട് പറയുന്ന റെഫറൻസസ് നിങ്ങൾ അത് എടുക്കുകയും ധ്യാനിക്കുകയും കാര്യങ്ങൾ കാണുക, ആ വചനത്തിൽ തന്നെ അതെടുത്ത് കാണുകയും ചെയ്യുക. പാസീവായിട്ട് ഞാൻ ഈ പറയുന്ന റെഫറൻസസ് എന്തിനാ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ഇണവാക്യങ്ങൾ ഉണ്ട് എന്ന വചനത്തെ കുറച്ചുകൂടെ ഒരു എന്താണ് പറയുന്നത്, ഇപ്പൊ ഒരു എൻട്രൻസ് കോച്ചിങ് ട്യൂഷന് സാറ് പഠിപ്പിക്കുമ്പോൾ ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ക്ലാസ്സിലുള്ള ഭൂരിപക്ഷം പേർക്കും എല്ലാം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആക്കും എല്ലാം കാര്യങ്ങൾ കത്തണം എന്നുള്ള അർത്ഥത്തിലാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അവിടെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, കുറച്ചുകൂടെ വചനത്തിന് വേണ്ടിയുള്ള ദാഹവും കാര്യങ്ങളും ഉള്ളവരുണ്ട്. അപ്പൊ അവർക്കും കൂടെ കൂടുതൽ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പാസീവായിട്ടുള്ള ചില റെഫറൻസസ് പാസീവായിട്ട് പറയുന്നു പോകുന്നത്. അപ്പൊ അത് അയ്യോ അതെല്ലാം മനസ്സിലായില്ല, അതെനിക്ക് എല്ലാം കൂടെ എഴുതി വെക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നമ്മള് ആ വചനത്തെ തള്ളിക്കളയാതെ മറിച്ച് ആക്റ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്, അത് മനസ്സിലാക്കുക. പിന്നെ പാസീവായിട്ട് ഞാൻ ഓടിച്ചു പറയുന്ന റെഫറൻസസ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള റെഫറൻസ് ആയതുകൊണ്ട് കൂടെ പലപ്പോഴും ഞാനത് പാസീവായിട്ട് പറഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാൽ അതെല്ലാം കൂടി എടുക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ എന്നാ റെഫറൻസസ് അവിടെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലയിടത്തും പറയുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക, അത് പിന്നീട് എടുത്ത് നോക്കാൻ ദൈവാത്മാ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ കർത്താവിൽ വാഴുവാൻ എങ്ങനെയുള്ളവർക്ക് പറ്റുന്നത്? കൃപയുടെ സമൃദ്ധി വേണം, നീതിദാനത്തിന്റെ സമൃദ്ധി വേണം. കൃപയുടെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം പൗലോസ് പറഞ്ഞു, എന്താ 1 കൊരിന്ത്യർ 15:9 ഇപ്പൊ നമ്മൾ കണ്ടതേ ഉള്ളൂ. കർത്താവ് എന്നോട് കാണിച്ച് കൃപ വ്യർത്ഥമായി പോയില്ല, എനിക്ക് തന്ന കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് നമ്മൾ പല വചനങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് 2 കൊരിന്ത്യർ 12:9 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. കൃപയുടെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ സെക്കരിയാവ് 12:10 എബ്രായർ 10:29 വാക്യത്തിലും കൃപയുടെ ആത്മാവെന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നത്. അപ്പം കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒരു സമൃദ്ധി നമുക്കുണ്ടെങ്കിലേ ഇന്ന് വാഴാനൊക്കെ ഉള്ളൂ. ഏതിന്റെ മേലെ വാഴുന്ന? പാപത്തിന്റെ മേലെ വാഴുക. അതാ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ. നമുക്ക് എല്ലാവർക്കും ആ വാക്യം അറിയാവുന്ന എന്റെ വിശ്വാസം. എന്താ നമ്മളെപ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യമാണ്, നമ്മുടെ CFC സർവീസിൽ എപ്പോഴും പറയുന്ന വാക്യമാണ്. എന്താ? റോമർ 6:14 അടുത്ത അധ്യായത്തിന് 14 വാക്യം. റോമർ 6:14 നമ്മൾ കൃപയ്ക്ക് എത്ര അധീനരായിരിക്കുന്നത്? ന്യായപ്രമാണത്തിനല്ല. അതുകൊണ്ട് പാപം നമ്മളുടെ മേലെ കർത്തൃത്വം നടത്തുകയില്ല എന്ന് പറയുക. അപ്പം പാപത്തെ നമ്മൾ വാഴും. പാപത്തെ വാഴും എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ലോകം, ജഡം, പിശാച് എന്നുള്ളൊരു ട്രിനിറ്റി നമ്മൾ എഫേസർ 2:1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ജഡത്തെ നമ്മൾ വാഴുന്നു, ലോകത്തെ നമ്മൾ വാഴുന്നു, പിന്നെന്താ ഈ ലോകത്തിന്റെ അധിപനായിട്ടുള്ള ലോകം ദുഷ്ടന്റെ അധീനതയിലാണെന്ന് ഇപ്പൊ നമ്മൾ 1 യോഹന്നാൻ 5:19 പറഞ്ഞു. ഈ ലോകത്തെ വാഴുന്ന പിശാചിനെ നമ്മൾ വാഴുന്നു. അപ്പൊ അങ്ങനെ കൃപയുടെ സമൃദ്ധിയിൽ നമ്മൾ വാഴുന്നത്. പിന്നെ നീതിദാനത്തിന്റെ സമൃദ്ധി. നീതിദാനത്തിന്റെ സമൃദ്ധി ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്, ദൈവത്തിന്റെ ആ നീതിയെ കുറിച്ച് 2 രീതിയിലാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ഒന്ന്, ദ റൈച്ചസ്നെസ് ദാറ്റ് ഈസ് ഇംപ്യൂട്ടഡ് ടു അസ് ആൻഡ് ദ റൈച്ചസ്നെസ് ദാറ്റ് ഈസ് ഇമ്പാർട്ടഡ് ടു അസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മേല് ദൈവം കണക്കിട്ടിരിക്കുന്ന നീതിയുണ്ട്, നമ്മളുടെ മേല് പകർന്നുകൊണ്ടിരിക്കുന്ന നീതിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, കർത്താവിന്റെ നീതി നമുക്കുണ്ട്. നമ്മളെ ഇനി ഒരു പാപവും ചെയ്തിട്ടില്ല, ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന വണ്ണം കർത്താവ് നമ്മളെ കാണുന്നു എന്ന് പറയുമ്പം നമ്മളുടെ മേൽ ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മേൽ കണക്കിട്ടിരിക്കുന്ന നീതി, അതാ ക്രിസ്തീയ ജീവിതത്തിന് ആരംഭം. നമ്മള് ഫ്രീ ആയി, ഞാനൊരു പാപവും ചെയ്തിട്ടില്ലെന്ന വണ്ണം കർത്താവിനെ കാണുന്നു, എന്റെ പാപങ്ങളൊന്നും കർത്താവ് ഓർക്കുന്നില്ല. എബ്രായർ 8:12 എബ്രായർ 10:17 ആ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളൊന്നും കർത്താവ് ഓർക്കുന്നില്ല. അത് എത്ര വലിയൊരു യെരമ്യാവിൽ എന്നുള്ള പ്രവചനം ഇവിടെ പുതിയ നിയമത്തെ കുറിച്ച് യെരമ്യാവിൽ പറയുന്ന ആ പ്രവചനം പുതിയ നിയമത്തിൽ എബ്രായർ 8:12 എബ്രായർ 10:17 ഒക്കെ വീണ്ടും വീണ്ടും അത് എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ കർത്താവ് ഓർക്കുന്നില്ല. നീതിദാനം, നമ്മളുടെ ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, നീതീകരണം എന്ന് പറയുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം നമ്മൾ കർത്താവിൽ വാഴത്തില്ല. അത് നമുക്ക് നല്ല സ്റ്റാൻഡിങ് തരുന്നു, ആ കൃപയിൽ നമ്മൾ നിൽക്കുന്നു എന്നൊക്കെ റോമർ 5:1 നമ്മൾ വായിക്കും. 5:1-2 വാക്യങ്ങളില്, റോമർ 5:1-2 വാക്യങ്ങളില് ബൈ ഫെയ്ത്ത് ഇൻ ടു ദിസ് ഗ്രേസ് ഇൻ വിച്ച് വി സ്റ്റാൻഡ് എന്ന എന്റെ 2ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിൽ, അത് നമ്മൾ നിൽക്കുന്ന കൃപ, അതാണ്
എന്താ ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ്, ജസ്റ്റിഫിക്കേഷൻ. എന്നാ നമ്മളുടെ മേല് വ്യാപരിക്കുന്ന ആ ഒരു സമൃദ്ധമായ കൃപ, അതാ റോമർ 6 അതിന്റെ തൊട്ടടുത്ത അധ്യായം റോമർ 6:14 നാം കൃപയ്ക്ക് അത്രയും അധീനരായിരിക്കുന്നത്. അതായത് നമ്മൾ വെള്ളത്തിന് മീതെ കണങ്കാല് അല്ലെങ്കിൽ നരിയാണയോളം നമ്മൾ വെള്ളത്തിന് മീതെ നിൽക്കുന്നു. എഹെസ്കേൽ 47 പ്രവാചകന്റെ ദർശന പ്രകാരം കണങ്കാല് വരെ നമ്മുടെ വെള്ളം ആംഗിൾ ലെവലിൽ വെള്ളം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിൽ നിൽക്കുന്നു. അത് നല്ല കാര്യം. നമ്മൾ വെള്ളത്തിലാ ഉള്ളത്, ലോകത്തിലല്ല. പരിശുദ്ധാത്മാവാകുന്ന ആ വെള്ളത്തിന്റെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ രക്ഷയുടെ തുടക്കത്തില്. എന്നാൽ നമ്മൾ ഈ ക്രൂശിന്റെ വഴിയിൽ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരികയും പരിശുദ്ധാത്മാവിന്റെ ജീവൻ നമ്മളിൽ ഏറി വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഈ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പറ്റാത്ത ഒരു അഭിഷേകത്തിലേക്ക് അങ്ങ് പോവുക ചെയ്യുന്നത്. ഫീറ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആവുന്നു. ആ എഹെസ്കേൽ 47 മുട്ടോളം, കണങ്കാലല്ല, മുട്ടോളം അല്ല, അരയാളും അല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ നമ്മൾ ആ കർത്താവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്തി ക്രൂശെടുത്ത് നമുക്ക് സ്വയത്തിന് മരിച്ച് കർത്താവിന്റെ ജീവനാൽ നിറഞ്ഞ് നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് പോകും തോറും നമ്മളെ നീതിദാനത്തിന്റെ ഒരു സമൃദ്ധി, അവിടെ കൃപയുടെ ഒരു സമൃദ്ധി, പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഒരു വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിൽക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലെ വന്ന് നമ്മൾ ആ പരിശുദ്ധാത്മാവിന് അധീനരായിട്ട്, ആ വെള്ളമാണ്, ആ ജീവജലത്തിന്റെ നദിയാണ് നമ്മളെ നയിക്കുന്നത്, നമ്മളുടെ സ്വന്തം ഇഷ്ടമല്ല. മറിച്ച് ഈ കണങ്കാല് വരെ വെള്ളം ഉണ്ടായിരുന്നപ്പം നമുക്ക് കണങ്കാല് വരെ നമ്മൾ വാട്ടർ ലെവൽ ഉള്ളെന്നായിരിക്കട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയൊക്കെ ചെയ്യാം. ഇന്ന് നീന്തിയിട്ടില്ലാതെ കിടക്കാൻ പറ്റാത്ത വെള്ളമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ വെള്ളം പോകുന്ന ഒഴുക്കിനനുസരിച്ച് പോകാനൊക്കത്തുള്ളൂ. നമുക്ക് അതുപോലെ ആ വെള്ളമാണ് നമ്മളെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ജീവജലത്തിന്റെ നദി. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നീതിദാനത്തിന്റെ സമൃദ്ധി. എന്നുവെച്ചാൽ കൃപയുടെ സമൃദ്ധി അതാ. നീതിദാനത്തിന്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ അത് തന്നെ. എന്ന് വെച്ചാല് നീതിദാനത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ്, നമ്മളുടെ മേലെ കണക്കിട്ടിരിക്കുന്ന ദൈവത്തിന്റെ നീതി, നമ്മളെ ദൈവം നീതീകരിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഈ കൃപ പ്രാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിന്റെ നീതി നമ്മളുടെ മേൽ പകരപ്പെടുന്നു. ആ ഇമ്പ്യൂട്ടഡ് ആയിട്ടുള്ള റൈച്ചസ്നെസ് നമ്മളുടെ ആത്മാവിന്റെ ഭാഗമായിട്ട് ഇമ്പാർട്ടഡ് ആയിട്ടായിത്തീരുന്നു. നമുക്ക് മേലെ ഒരു നീതി അംഗീയായിട്ട് ദൈവം ധരിപ്പിക്കുന്ന ആ നീതി കുറച്ച് കഴിയുമ്പോൾ കർത്താവിന്റെ സ്വഭാവം, നമ്മള് സത്യം സംസാരിക്കുന്നതും നമ്മളുടെ നോട്ടത്തിലും ഭാവത്തിലും ചിന്തകളിലും പ്രവർത്തികളിലും ഒക്കെ ആ ഒരു നിസ്വാർത്ഥതയും ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു പൂർണ്ണതയോടെ നമ്മളുടെ ജോലി ചെയ്യുന്നു. നമ്മുടെ പഠിത്തമാണെങ്കിൽ പഠിത്തം, ജോലിയാണെങ്കിൽ ജോലി, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളുടെ പൂർണ്ണതയോടെ നമ്മൾ ചെയ്യുന്നു. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നു, സഹായിക്കാൻ ദൈവം നൽകുന്ന പ്രേരണ അനുസരിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ നന്മകൾ ചെയ്യുന്നു, മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരുടെ ഏറ്റവും നന്മ നമ്മൾ ആഗ്രഹിക്കുന്നു, ആത്യന്തികമായിട്ട് അവരെ ആത്മീയമായിട്ട് രക്ഷിക്കപ്പെടണമെന്നും ഭൗതികമായിട്ട് അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പരിശുദ്ധാത്മ തരുന്ന പ്രേരണയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ജ്ഞാനത്തോട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ കർത്താവിന്റെ നീതി നമ്മളുടെ സ്വഭാവത്തിന്റെ, നമ്മുടെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാവുന്നു എന്നൊക്കെ 2 പത്രോസ് 1:4 നിന്നൊക്കെ നമ്മൾ കേട്ടതുപോലെ നമ്മൾ കർത്താവിന്റെ സ്വഭാവം ആയിട്ടുള്ളവരെ, നീതിദാനത്തിന്റെ സമൃദ്ധിയുള്ളവര്, അങ്ങനെ ജീവനില് അധികമായിട്ട് ജീവനിൽ വാഴുന്നു. ദേ വിൽ റീൻ ഇൻ ലൈഫ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ റോമർ 5:17 നമ്മൾ വായിച്ചേ. അപ്പം ഈ വെളിപാട് 20:4 നമ്മൾ കർത്താവിന്റെ കൂടെ വാഴുന്ന കാര്യം പറയുമ്പോൾ ആരൊക്കെയാ വാഴുന്നത്? ഇന്ന് നമ്മള് പാപത്തിന്റെ മേലെ, അതായത് ജഡത്തിന്റെയും ലോകത്തിന്റെയും പിശാചിന്റെയും മേലെ വാഴുന്നവരാണ് അന്നും കർത്താവിന്റെ കൂടെ വാഴുന്നവര്. പിന്നെ റോമർ 8-ാം 17 വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ എന്താ, അത് നമ്മൾ നമ്മുടെ അന്തിമോചന പുസ്തകത്തിൽ ആ റെഫറൻസ് നമ്മൾ കണ്ടു. ആരാ കർത്താവിനോട് കൂടെ വാഴുന്നേ? അവിടെ നമ്മൾ വായിക്കുന്നേ, നാം മക്കളെങ്കിലോ അവകാശികളോ ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ജോയിന്റ് അയേഴ്സ്. കർത്താവിനുള്ള ആദ്യജാതനായ പുത്രനുള്ള അതേ അവകാശം തന്നെ അനിയന്മാരും അനിയത്തിമാരായിട്ടുള്ള നമുക്കും ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പിതാവിന് 10 മക്കളുണ്ട്. മൂത്തമോനെ എഴുതിയിരിക്കുന്ന അതേ ഓഹരി തന്നെയാണ് ബാക്കി ഓരോരുത്തർക്കും കൊടുക്കുന്നത്. പക്ഷിഭേദമില്ലാത്ത പിതാവ് എന്ന് പറയുന്നത് പോലെ യേശുവിനെ ലഭിച്ച അതേ ഓഹരി തന്നെ എനിക്കും. ഞാൻ അതിന് എന്താ അർഹതയുള്ളേ? ഞാനൊരു വെറും മണ്ണ്, വെറും പുഴു. എന്നാ കർത്താവ് എന്നെ ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള, ദൈവം തന്നെ ആയിട്ടുള്ള കർത്താവിന്റെ അതേ ഓഹരി, ആ കൂട്ട അവകാശിയാകുവാൻ എന്നെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അത്ര ഭാഗ്യവാനാണ്. ഇപ്പൊ നമുക്ക് വലിയൊരു രാജകുടുംബത്തിന് വലിയൊരു ഓഹരി നമുക്കും അതുപോലെ ഇത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ, അയ്യോ, അത് ലോകപ്രകാരം നോക്കിയോ എത്ര വലിയ ഭാഗ്യമാകും, അത് കോളടിച്ചല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിലും വലിയ എന്തൊരു വലിയൊരു കോള നമുക്ക് അടിച്ചിരിക്കുന്നത്. അത് നമ്മള് കൂട്ടവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. അതിന് നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. ഈ കഷ്ടം അനുഭവിക്കുന്നവരാണ്, ജഡത്തില് സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നവരാണ് അവിടെ തേജസ്കരിക്കപ്പെടുന്നത്. തേജസ്സിലെ കർത്താവിനോടുകൂടെ
വാഴുന്നത്. നമ്മളെ കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മുടെ ജഡം ചില കാര്യങ്ങൾ പറയണം, ചില കാര്യങ്ങൾ ഉരുളയ്ക്ക് പെരുമാതിരി ചില കാര്യങ്ങൾ പറയണം, ചെയ്യണം. അങ്ങനെ ജഡത്തിൽ നിന്നുള്ള ഒരു അസ്വസ്ഥമായിട്ടുള്ള രണ്ട് വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ ആരാ എന്നൊന്ന് തെളിയിക്കണം എന്നൊക്കെയുള്ള ഒരു ജഡത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പൊങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ ആ ജഡത്തിലൊരു ജഡത്തിന്റെ ആ ജഡത്തിന് നമ്മളങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷം വേണ്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ജഡത്തിലൊരു കഷ്ടമുണ്ട്. എന്നാൽ ആ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ, ആ ജഡത്തിലൊരു മരണം സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് അവിടെ ആത്മാവിലൊരു തേജസ്കരണമുണ്ട്. അതാ നമ്മളിവിടെ വായിച്ചേ, നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. പിന്നെ 2 തിമോത്തിയോസ് നമ്മൾ അതിവചന പുസ്തകത്തിൽ ആ റെഫറൻസ് നമ്മൾ വായിച്ചു. ഇവിടെ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലെ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ? കർത്താവിനോടുകൂടി വാഴണം. വാഴുന്ന കാര്യം ആരാ വാഴുന്നേ? 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയും. മലയാളത്തില് 12 അല്ല 11-ാമത്തെ വാക്യമാണ്. ഇംഗ്ലീഷിൽ 12-ാമത്തെ വാക്യത്തിൽ വരുന്നു. മലയാളത്തിൽ 11-ാമത്തെ വാക്യത്തില് നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ആരാ വാഴുന്നേ? സഹിക്കുന്നവരെ. ഇഫ് യു എൻഡ്യൂർ യു വിൽ ഓൾസോ റെയിൻ വിത്ത് ഹിം. എൻഡ്യൂർ, ഉപ്പാമിനെ എന്നുള്ളൊരു വാക്ക, പെർസിവിയർ, എൻഡ്യൂർ, ബെയർ ബ്രേവ്ലി, ഉപ്പാമിനെ എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ കർത്താവിന്റെ ഇഷ്ടത്തിന് നമ്മളങ്ങ് കീഴ്പ്പെട്ട് അതങ്ങ് സഹിക്കുന്നു, ക്രൂസിനെ സഹിക്കുന്നു. എൻഡ്യൂർ ദ ക്രോസ് എന്നൊക്കെ, കർത്താവ് ക്രൂസിനെ സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു എന്നൊക്കെ എബ്രായർ 12-ന്റെ 2-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ക്രൂസിനെ സഹിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ നമ്മളുടെ ജഡത്തിന് ചില കാര്യങ്ങൾ നോക്കാനും പറയാനും കാണാനും, ചില പരദൂഷണം പറയാനും, ചിലരെ കുറിച്ച് കുറ്റം പറയാനും, അപവാദം പറയാനും, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുമ്പം അവിടെ കർത്താവ് ഞാനങ്ങ് മരിക്കുന്നു, ഞാൻ സ്വയത്തിന് മരിക്കുന്നു, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. അവിടുത്തെ ആത്മാവ് തരുന്ന പ്രേരണയ്ക്ക് അനുസരിച്ച് ചില കാര്യങ്ങൾ കർത്താവ് ജ്ഞാനത്തോടെ വിവേകത്തോടെ കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കുവാനും, കർത്താവെ മലയിൻ നോവൺ എന്നുള്ളൊരു വാക്യം നമ്മളിവിടെ വായിക്കുന്നത് തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇവിടെ വായിക്കുന്നത്. നമ്മള് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആരെ കൊണ്ടും ദൂഷണം പറയാതെയും എന്ന് വായിക്കുന്നു. മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ മലയിൻ നോവൺ, ആരെയും ഇങ്ങനെ കരിവാരിത്തേക്കുന്ന ഒരു മലയിൻ നോവൺ എന്നുള്ളൊരു കാര്യം. എന്നാൽ നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചില കാര്യങ്ങള് ആ ഒരു പരദൂഷണത്തിന്റെ ആത്മാവുണ്ട്, എന്നാൽ ആ ഒരു ഇന്റർസീഡിങ് സ്പിരിറ്റ് ഉണ്ട്. മറ്റൊരാളുടെ ഒരു കുറവ് കാണുമ്പം അതിനു വേണ്ടി ഒരു പക്ഷപാതം ചെയ്യുന്ന ഒരു ആത്മാവുണ്ട്. എന്നാൽ പിശാച് എന്താ ചെയ്യുന്നേ? പിശാച് അക്യൂസർ ഓഫ് ദ ബ്രദറൻ, ആ ഒരു സഹോദരന്മാരുടെ കുറ്റം പറയുന്നവൻ എന്ന് നമ്മളവിടെ വെളിപ്പാട് പുസ്തകം 12-ൽ വായിക്കുന്നുണ്ട്. യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് എബ്രായർ 7-25 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പക്ഷപാതം ചെയ്യുന്ന കർത്താവിന്റെ കൂടെയാണോ, അതോ നമ്മള് കുറ്റം ആരോപിച്ച ഇവരിങ്ങനെ അവരങ്ങനെ എന്നുള്ള ഒരു കുറ്റം ആരോപിക്കുന്ന ആ ഒരു സ്പിരിറ്റിലാണോ? അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ എൻഡ്യൂർ ചെയ്യുമ്പോഴാ എന്താ പറയുന്നേ, നമ്മളുടെ ആ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കാതെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ കർത്താവിനോട് കൂടി ഒരു നാളിൽ വാഴുന്ന എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഇവൻ വെളിപാട് 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ അതിവചന പുസ്തകത്തിലെ റെഫറൻസ് നമ്മൾ വായിച്ചു. ആരാ വാഴുന്നേ? എല്ലാവരും വാഴുമോ? എല്ലാവരും വാഴും എന്ന് പറഞ്ഞാൽ അത് ദൈവജനത്തിന് ഇപ്പൊ എല്ലാവരും കർത്താവിനോട് കൂടി കാന്തയായിട്ട്, എല്ലാ വിശ്വാസികളും കർത്താവിനോട് കൂടി കാന്തയായിട്ട് വാഴും എന്ന് അങ്ങ് ഒരു ഒഴുക്കമെട്ടിൽ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ലോകമാണ് എന്നുള്ളത്. എല്ലാവരും അങ്ങ് കർത്താവിനോട് കൂടി അങ്ങ് വാഴും. എന്നാൽ ബൈബിളിൽ ഒരിടത്തും അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെടുന്നവരുണ്ട്, എന്നാൽ കർത്താവിന്റെ ആ ഒരു നീതിയുടെയും നീതിദാനത്തിന്റെയും കൃപയുടെ ഒക്കെ സമൃദ്ധി ലഭിക്കുന്നവരാണ് ജീവനിൽ വാഴുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ വെളിപാട് 3-21 വായിക്കുവാണെങ്കിൽ, ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വഴുന്നവരും. എങ്ങനെ ജയിക്കണം? ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ നിങ്ങളും ജയിക്കുവാണെങ്കിൽ, ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുക, അതുപോലെ നിങ്ങളും ഞാൻ ജയിച്ചതുപോലെ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്കും എന്റെ കൂടെ ഇരിക്കാം, നിങ്ങൾക്കും വാഴാം. നിത്യതയിൽ നമ്മള് കർത്താവിനോട് കൂടെ നിത്യതയിൽ വാഴും, സ്വസ്ഥാത വാഴ്ചയിൽ വാഴും, നിത്യതയിലും വാഴും. എന്നാൽ ഇന്ന്
ആത്മാവിന്റെ തലത്തിൽ വാഴുന്നവരാണ് അന്ന് പുനരുദ്ധാന ശരീരത്തോടുകൂടി അന്ന് വാഴുന്നത്. ഇന്ന് ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവില് നമ്മുടെ ദേഹത്തിന്റെയും മേലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വാഴുന്നവരാണ് അന്ന് പുനരുദ്ധാന ശരീരത്തില് കർത്താവിനോട് കൂടി ഇരുന്ന് വാഴുന്നത്. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മള് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ കണ്ടേ. അവിടെ ആ 4-ാമത്തെ വാക്യത്തിൽ കാണുന്ന വേറൊരു കാര്യം അവിടെ ഞാൻ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം എടുക്കുക. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അവർക്ക് അധികാരം കൊടുക്കുന്നു ദൈവം, അവർക്ക് ചില ആത്മീയാധികാരങ്ങൾ കൊടുക്കുന്നു സഹസ്രാബ്ദ വാഴ്ചയിൽ. എന്നിട്ട് അവരെ കുറിച്ച് പറയുക, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അപ്പം അവിടെ പറയുന്ന ആ ഒരു ഫ്രേസ് ടെസ്റ്റിമണി ഓഫ് ജീസസ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്, യേശുവിന്റെ സാക്ഷ്യം ദൈവത്തിന്റെ വചനം. ഈ ഒരു ഡയാഡ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറഞ്ഞേ ദ്വയം, ഈ ഒരു ഇരട്ടകള് യേശുവിന്റെ സാക്ഷ്യം കർത്താവിന്റെ വചനം എന്നുള്ള ആ ഒരു ഇരട്ട പ്രയോഗം, അത് രണ്ടും കൂടി ചേർന്നുള്ള ആ വാക്യങ്ങൾ അനേക തവണ ഈ വെളിപാട് പുസ്തകത്തിൽ വരുന്നത് ആദ്യത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മളത് പലതവണ ആ റെഫറൻസസ് ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട്. എവിടേക്കാ ഇതെന്തിനാ ഈ റെഫറൻസസ് എവിടെങ്കിലും ഒക്കെ വന്നിട്ട് നമുക്ക് എന്താ വേണം എന്ന ആറ്റിറ്റ്യൂഡാണോ, അതോ കർത്താവ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് എഴുതി തന്ന ഒരേ ഒരു പുസ്തകമായി ബൈബിള്, കർത്താവെ അവിടുത്തെ വചനം കർത്താവെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ ആഴത്തിൽ കർത്താവെ പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളൊരു ദാഹമാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വചനത്തിൽ അവിടെയും പറയുന്നുണ്ടോ ഇവിടെയും പറയുന്നുണ്ടോ, അതൊരു ദാഹമാണ്, അതൊരു ആക്രാന്തമാണ്. ആ ഒരു ദാഹം എന്റെ ഹൃദയത്തില് വർഷങ്ങളായിട്ട് ഉള്ളത് കൊണ്ട് ഇന്ന് ആ വചനങ്ങളൊക്കെ എടുത്ത് പറയാനേ എനിക്ക് പറ്റുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരേപോലെ വചനത്തിന് ദാഹമില്ല, എല്ലാ കൊച്ചുങ്ങൾക്കും ഒരേപോലെ വിശപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് പീഡിയാട്രിക്സ് ഒപ്പിയിലോട്ട് പോയ ഒരു വൺ ഓഫ് ദി മെയിൻ കംപ്ലൈന്റ് പറയാം, അയ്യോ എന്റെ കുഞ്ഞിന് വിശപ്പില്ല ഡോക്ടറെ, ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ്. അത് അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ചിലപ്പോൾ അമ്മയുടെ പെർസെപ്ഷന്റെ കുഴപ്പമായിരിക്കാം, ചിലപ്പോൾ കൊച്ചുങ്ങൾക്ക് നല്ല വിശപ്പ് കാണും, അമ്മയുടെ തൃപ്തിക്കുറവ് കൊണ്ടായിരിക്കാം. പിന്നെ വചനം മായമില്ലാതെ പായൽ കുടിക്കാൻ വാഞ്ചിപ്പിൻ എന്നൊക്കെ നമ്മളവിടെ 2 പത്രോസ് 1:3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പം ആ ഒരു യഥാർത്ഥത്തിൽ ആരോഗ്യത്തോടെ ജനിക്കുന്ന ഒരു കുഞ്ഞ് ആദ്യം തന്നെ കരയുന്നത് എന്തെങ്കിലും കുടിക്കാൻ വേണം, പാല് കുടിക്കാൻ വേണം. അമ്മയുടെ പാല് കുടിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ദാഹം ശമിക്കുന്നു ആദ്യമായിട്ട് എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച മനസാന്തരത്തോടെ വിശ്വാസത്തോടെ വീണ്ടും ജനിച്ചവർക്ക് ഒരു ദാഹം വരും. പക്ഷെ മനസാന്തരമൊന്നും ഇല്ലാതെ ഏതോ കർത്താവിനെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവിനെ ഏറ്റവുള്ള അതുകൊണ്ട് കർത്താവ് എന്നെ പാപമൊക്കെ ക്ഷമിക്കണേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞൊരു ലാഘവത്തോടെ ഒരു എബോട്ടൊന്നും എടുക്കാതെ കുറച്ച് ഡിഗ്രിയൊക്കെ ഒന്ന് ടേൺ ചെയ്ത് ഞാൻ കർത്താവിനോട് വിശ്വസിച്ച് കർത്താവിന്റെ കൂടാന്ന് പറയുന്നവർക്ക് ദാഹമൊന്നും കാണത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ എബോട്ടൊന്നും എടുത്ത് കർത്താവെ എനിക്ക് ഈ ലോകമൊന്നും വേണ്ട, എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ, കർത്താവ് അവിടുത്തെ വചനം ഇല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് ഒരിടത്ത് നീങ്ങാൻ പറ്റത്തില്ല, കർത്താവെ അവിടുത്തെ വചനത്തെ നിറയ്ക്കണം. ആ ഒരു ദാഹം, ഒരു ആക്രാന്തം, ആത്മീയമായിട്ടുള്ള ഒരു ആക്രാന്തം ഇത് നമുക്ക് തരും. അപ്പം ആ വചനത്തിലെ ഓരോ ഇണകൾ നമ്മൾ ഈ ഓരോ വചനം പറയുമ്പോൾ പിന്നെ ആ വാക്യം ഈ വാക്യം മറുവാക്യം കുറിവാക്യം എല്ലാം കൂടെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളേ. യെശയ്യാവ് 34-ാം അധ്യായത്തില് ഞാൻ ആ വാക്യം കഴിഞ്ഞ ദിവസവും എടുത്തായിരുന്നു. ഇവിടെ നമ്മുടെ വെളിപാട് 1-ലേക്ക് വരുമ്പോൾ അതിന് മുമ്പ് യെശയ്യാവ് 34-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം 34 യെശയ്യാവ് 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ. അത് അവിടെ വെറുതെ ഒന്ന് ഓടിച്ച് ഒന്ന് വായിച്ച് ഞാനെല്ലാം വായിച്ചു, ഞാൻ ഇന്ന് ബൈബിള് വായിച്ചിട്ടുണ്ട്, ഞാൻ ബൈബിളില് ഇത്ര പ്രാവശ്യം വായിച്ചു, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഓടിച്ച് വായിച്ച് എന്തോ മനസ്സാക്ഷിപ്പെടുത്തുന്നത് തന്നെ. മറിച്ച് അന്വേഷിച്ച് പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കും. സീക്ക് ഫ്രം ദ ബുക്ക് ഓഫ് ദ ലോർഡ് ആൻഡ് റീഡ്. അവരൊന്നും കാണാതിരിക്കുകയില്ല. നോട്ട് വൺ ഓഫ് ദീസ് വിൽ ബി മിസ്സിംഗ്. ഒന്നിന് ഇണ ഇല്ലാതിരിക്കുകയില്ല. നൺ വിൽ ലാക്ക് ഇറ്റ്സ് മേറ്റ്.
ഇത് ഓരോ വചനത്തിനും പല പല ഇണവാക്യങ്ങള് അതിനോട് ബന്ധപ്പെട്ട പല വാക്യങ്ങള് ദൈവത്തിന് വലിയ ജ്ഞാനത്തില് ദൈവം പഴയ നിയമത്തിലുള്ള ചില വാക്യങ്ങൾക്ക് ചില പുതിയ നിയമത്തിലെ വാക്യങ്ങൾ നമ്മൾ എടുക്കുന്നു, പുതിയ നിയമത്തിലെ വാക്യത്തിൽ പഴയ നിയമത്തിലെ വാക്യം എടുക്കുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് വന്ന എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. അയ്യോ ദൈവമേ, ഇത് എത്ര മനുഷ്യര് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പല കാലഘട്ടങ്ങളിൽ പല ഭൂഖണ്ഡങ്ങളിലൊക്കെ ഇരുന്ന് എഴുതിയ പല ജീവിതത്തിന്റെ പല ശ്രേണികളിൽ രാജാക്കന്മാരും മുതൽ ഇടയന്മാരും കർഷകരും വരെ മുക്കുവന്മാരും വരെയൊക്കെ ഉള്ള പല പല ശ്രേണികളിലുള്ളവര് പല കാലഘട്ടങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഒരേ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട ആ ഒരു പുസ്തകം. അപ്പോ അവിടെ പറയുന്ന കാര്യം തന്നെയാണല്ലോ ഇത് ഇവിടെയും പറയുന്നത്. ഈ കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന് പ്രതാപം 1 യോഹന്നാൻ 2:16 പറഞ്ഞു. എന്നാൽ ഈ കർത്താവ് 33:6 ആ പഴം കാണുവാൻ നല്ലതാണ്, ജ്ഞാനം ഉണ്ടാക്കാൻ നല്ലതാണ്, അത് അത് ആഹാരത്തിന് നല്ലതാണ് എന്നുള്ള കാര്യം കാണുന്നു പറയുമ്പോൾ അതേ കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപം തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അയ്യോ ദൈവം, ഇത് ദൈവത്തിന്റെ വചനത്തിലായി, ഇത് കർത്താവിനെ എഴുതിയ ദൈവത്തിന്റെ വചനമാണ് ഇതെന്നുള്ളത് ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ ഒരു പുരാവസ്തു ഗവേഷണ തെളിവ് ഒന്നും എനിക്ക് വേണ്ടി വന്നില്ല ഈ ദൈവത്തിന്റെ വചനമെന്ന് മനസ്സിലാക്കാൻ. ഈ ഒരു വചനത്തിന്റെ ആ കോറിലേഷൻ, ആ ഒരു ഇണവാക്യങ്ങൾ എത്രമാത്രം ഇതെല്ലാം അവിടെ ഇവിടെ എല്ലാം ഒരേ കാര്യം തന്നെ പറയുന്നത്. അപ്പൊ അത് ദൈവാത്മാവിനെ അല്ലാതെ പറ്റത്തില്ല. അത് നമ്മുടെ ജീവിതത്തോട്, പച്ചായ ജീവിതത്തോട്, നമ്മുടെ ആവശ്യത്തോട് സംസാരിക്കുന്ന, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ ദൈവവചനം. അപ്പൊ പിന്നെ ഇത് കർത്താവിന്റെ വചനം അല്ലാതെ പിന്നെ എന്താ മനുഷ്യനായിട്ട് ഇങ്ങനെ എഴുതി കൂട്ടാൻ ഒക്കൂ? അപ്പൊ അതാ നമ്മളിവിടെ വായിക്കുന്നത്. നൺ വിൽ ലാക്ക് ഇറ്റ്സ് മീറ്റ്. അവരൊന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, കർത്താവിന് കൽപ്പിച്ച വാക്കുകള് മനുഷ്യരെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയത്. അവന്റെ ആത്മാവ് അത്രയും അവയെ കൂട്ടിവരുത്തത്. പരിശുദ്ധാത്മാവാണ് ഈ വാക്കുകളെല്ലാം, കർത്താവിന്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകളെല്ലാം പരിശുദ്ധാത്മാവ് എല്ലാം ഇത് കൂട്ടിവരുത്തി ഓരോ പുസ്തകങ്ങളായി, അതിന് അധ്യായങ്ങളായി, വാക്യങ്ങളായി നമുക്ക് തന്നിരിക്കുമ്പോൾ നമുക്കത് ലാഘവത്തോടെ എന്തോ ഒരു പുസ്തകം എല്ലാവരും പിടിച്ചുകൊണ്ട് നടക്കുന്നു, നമുക്ക് ഞായറാഴ്ച ചർച്ചയ്ക്ക് കൊണ്ടുപോകാൻ കൊള്ളാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണോ? അതോ കർത്താവ് ഈ പുസ്തകം, കർത്താവ് എനിക്ക് സാധ്യമാകാൻ വേണം. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ബുദ്ധിയോ കപ്പാസിറ്റി ഒന്നും അല്ല. പക്ഷെ നമുക്ക് കൂടുതൽ കിട്ടുന്നതിനോട് കൂടുതൽ ചോദിക്കാം. ലൂക്കോസ് 12:48. അപ്പം നമുക്ക് കൂടുതൽ കപ്പാസിറ്റി ഉള്ളവർക്ക് കൂടുതൽ ദൈവം കൂടുതൽ ദൈവം അതിനനുസരിച്ചുള്ള കോളിങ്ങും ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കാണും. എന്നാൽ ചിലർക്ക് അത്രയും ആ ഒരു ബുദ്ധിപൂർമ്മതയോ ഓർത്തെടുക്കാനോ, ചിലപ്പം അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എഴുതി വെക്കാനോ, അല്ലെങ്കിൽ അത്രയും സ്പെഷ്യൽ വയസ്സ് ചെല്ലുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങളും ശാരീരികവും മാനസികമായിട്ടുള്ള പരിമിതികളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. സാരമില്ല, അവരെ ആരും നമ്മൾ പിടിച്ച് നിങ്ങൾ ഇതെല്ലാം കാണാതെ പറഞ്ഞാലേ ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങളത് ആ വചനം കേട്ട് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഒക്കുന്നത് ഉൾക്കൊണ്ട് ജീവൻ പ്രാപിക്കുക, സമൃദ്ധമായ ജീവൻ പ്രാപിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നമ്മളിതിനെ ഒരു പോസ്റ്റ് ക്ലാസ് MCQ ഒരു ടെസ്റ്റ്, പോസ്റ്റ് ക്ലാസ് ടെസ്റ്റ് വെച്ചിട്ട് ആർക്കും ഇവിടെ മാർക്ക് ഇടാനോ റാങ്ക് ഇടാനോ ഒന്നും ഇരിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ഇനിയിപ്പം മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ആരോടെങ്കിലും കൂട്ടസൗരങ്ങളോട് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞ എന്താ ആ വചനത്തിന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, അത് കൂടെ ഉള്ള സൗരങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിക്കാം. അപ്പൊ അത് പറഞ്ഞു തരും. നിങ്ങൾ മനസ്സിലാകുന്നിടം വരെ ഇനിയിപ്പോ 10 മണിക്കൂർ എടുത്താണെങ്കിലും 10 മണിക്കൂർ എടുത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ അത് വിലമതിക്കാതിരിക്കരുത്. അത് കാരണം അത് മറ്റുള്ളവർക്ക് അത് ഇടർച്ചയായി പോകരുത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, വെളിപാട് 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു 2 കാര്യങ്ങൾ കണ്ടു. കർത്താവിന്റെ സാക്ഷ്യം, കർത്താവിന്റെ വചനം. ആ പ്രയോഗം നമ്മൾ എവിടേക്കാ കാണുന്നേ? ഈ വെളിപാട് 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മളവിടെ കാണുന്നുണ്ട്. ടെസ്റ്റിഫൈഡ്, യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ കർത്താവിന്റെ അടിമദാസനായിട്ടൊക്കെ പറഞ്ഞിട്ട് ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. 1-ാമത്തെ വാക്യം. എന്നിട്ട് അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യേശുവിന്റെ വചനം, കർത്താവിന്റെ വചനം, ദൈവത്തിന്റെ വചനം, യേശുവിന്റെ സാക്ഷി എന്ന് പറഞ്ഞാല് യേശുവിന്റെ ദൈവത്തിന്റെ വചനം ആകുന്ന ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിള്, അത് യേശുവിന്റെ ജീവിതത്തിൽ ആ വചനം ജഡമായി തീർന്ന് വചനം ഒരു മാംസമായി തീർന്നു. കർത്താവിലെ ഒരു മനുഷ്യരൂപം ധരിച്ച ആ വചനം ഈ ഭൂമിയിൽ ജീവിച്ചു. അതാ യേശുവിന്റെ സാക്ഷ്യം. അതാ ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം
എന്നുള്ളൊരു കാര്യം നമ്മൾ പലയിടത്തും വായിക്കുന്നത്. അത് അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ആ ഒരു ദൈവത്തിന്റെ വചനത്തെ സാക്ഷീകരിക്കുന്നു, ആ യേശുവിന്റെ ടെസ്റ്റിമണി, യേശുവിന്റെ ആ ജീവിതത്തിന്റെ സാക്ഷ്യം, യേശു ജീവിച്ച കൃപയും സത്യം നിറഞ്ഞവനായിട്ട് ഞാൻ അവനെ കണ്ടു എന്നൊക്കെ ഇതേ യോഹന്നാൻ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1:14 വായിക്കുമ്പോൾ അതാ പറയുന്നത്, കർത്താവിന്റെ വചനം അതിന്റെ സാക്ഷ്യം. അതേ പ്രയോഗം തന്നെ അതിന്റെ 9ാമത്തെ വാക്യം, അതായത് വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യം എന്താ? നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ, പിന്നെന്താ പറയുന്നത്, ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അപ്പം യോഹന്നാനെ നാടുകടത്തിയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ദൈവവചന നിമിത്തമായിരുന്നു, യേശുവിന്റെ സാക്ഷി നിമിത്തമായിരുന്നു. അപ്പൊ ഇതിന്റെ ഏതോ ഒരു, എനിക്ക് തോന്നുന്നു ലിവിങ് ബൈബിളിലോ ഏതിലോ ഉള്ള ഒരു പാരഫ്രൈസ് ഇങ്ങനെ, പീപ്പിൾ പെർസിക്യൂട്ടഡ് മീ ബിക്കോസ് ഐ പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഐ ട്രൈ ടു ലിവ് ലൈക്ക് ജീസസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അതിന്റെ ഒരു പാരഫ്രൈസ് എന്നുവെച്ചാല്, മറ്റുള്ളവർ എന്നെ ഉപദ്രവിച്ചു. എന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ച് യേശുവിനെ പോലെ ജീവിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു, അതുകൊണ്ട് മറ്റുള്ളവർ എന്നെ ഉപദ്രവിച്ചു. അത് നമ്മൾ വായിക്കുന്ന കൂട്ടാളിയായ യോഹന്നാൻ എന്ന് ഞാൻ ദൈവവചനം നിമിത്തം ആണ് ഈ ദ്വീപിൽ ഇപ്പൊ ആയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പത്മോസ് ദ്വീപില്, ഈ ഒരു റോക്കി ബാരൻ ഐലൻഡ്, ഈ ഒരു പാറക്കെട്ടുകളുള്ള ഈ ഊഷരമായിട്ടുള്ള ഈ ഒരു ദ്വീപിൽ ഞാൻ ഇന്ന് ആയിരിക്കുന്നതിന്റെ കാരണം ഞാനെന്തോ കൊലപാതകവും വേറെ വലിയ ഏതാണ്ട് ബാങ്കി കൊള്ളയോ വ്യഭിചാരവും കൊലപാതകവും അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടല്ല, മറിച്ച് ഞാൻ ദൈവവചനം പ്രസംഗിച്ച് ഞാൻ യേശുവിന്റെ സാക്ഷ്യത്തോടെ ജീവിച്ച്, യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് ഞാൻ യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പോസിബിലിറ്റി ആയിരിക്കുന്നത്. അപ്പൊ ആ കാര്യം നമ്മൾ ഇപ്പൊ എവിടെയൊക്കെ വായിച്ചു? വെളിപാട് ദിവസം 1-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ വായിച്ചു, 9ാമത്തെ വാക്യത്തിൽ വായിച്ചു. പിന്നെ നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പൊ 2 തവണ കണ്ടപ്പം കണ്ടു. 6-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ 9ാമത്തെ വാക്യത്തില് അവിടെയും പ്രോസിക്യൂഷനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്താ? അവിടെ ആ മഹോപദ്രവത്തിന്റെ കാര്യമാണ് വരുന്നത്. ആക്ച്വലി മഹോപദ്രവത്തിന്റെ കാര്യമാണ് അവിടെ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ, വെളിപാട് ദിവസം 6-ന്റെ 9ാമത്തെ വാക്യത്തില് 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ മഹോപദ്രവത്തിന്റെ കാര്യം അവിടെ നടക്കുന്നേ. എന്നാൽ അവിടെ പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ ആ ഒരു പ്രതികാരത്തിനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളവിടെ കാണുന്നത്. അവര് എന്തുകൊണ്ടാ ഇതുപോലെ രക്തസാക്ഷികളായെന്ന് ചോദിച്ചാൽ, വെളിപാട് ദിവസം 6-9 അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കീഴിൽ കണ്ടു. അപ്പം അവരും ദൈവവചനം നിമിത്തം ദൈവവചനം പ്രസംഗിച്ചു യേശുവിനെ പോലെ അവർ ജീവിച്ചു. അതാ കർത്താവിന്റെ സാക്ഷ്യം ഹേതുവായും അവർ അറക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം. നമ്മളും ഇന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോഴും കർത്താവിന്റെ സാക്ഷ്യമായിട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അപ്പൊ ലോകക്കാരെല്ലാം കൂടെ നമ്മളെ പിടിച്ചങ്ങ് രാജാവാക്കുന്നില്ല, നമ്മളെ ക്രൂശിച്ച് കൊല്ലും, അവർ നമ്മളെ പൂമാലയിട്ട് കിരീടം ധരിപ്പിക്കുന്നല്ല, മറിച്ച് ലോകക്കാർ നമ്മളെ പകയ്ക്കും. ആ ഒരു ലോകത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ളവരും അങ്ങനെയുള്ളവരും. അത് നമ്മൾ 6-ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യത്തിൽ വായിച്ചു. പിന്നെ 12-ാം അധ്യായത്തില്, ഇതേ വെളിപാട് ദിവസം 12-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് അവിടെയും എന്താ പ്രോസിക്യൂഷന്റെ കാര്യം പറയുന്നത്. എന്താ? ഡ്രാഗൺ, മഹാസർപ്പം, പിശാച് ഇസ്രായേലാകുന്ന സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷിയുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേലാണ് നിൽക്കുന്നത്. അവരിങ്ങനെ ആണ്ടുപോകുന്ന മണലിന്മേലാണ് നിൽക്കുന്നത്. ഇംഗ്ലീഷിൽ അതിന്റെ തൊട്ട് വെളിപാട് 13-1 അത് വായിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ അതേ വാക്യത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കുന്ന മണ്ടനാണ്. എന്നുവെച്ചാൽ മണൽ എപ്പോഴും മുങ്ങിപ്പോവും. ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന സിയോൻ പർവ്വതത്തിലെ ക്രിസ്തുവാകുന്ന പാറമേലെ കർത്താവിന്റെ കൂടെ നിൽക്കുന്നവരെയാ 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന. 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 12-ന്റെ 17-ാമത്തെ വാക്യത്തിൽ ഈ മഹാസർപ്പം കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കുന്ന മണ്ടനായിട്ടുള്ള പിശാചിനെ നമ്മളവിടെ കാണുന്നേ. അവൻ ആരോടാ യുദ്ധം ചെയ്യുന്നേ? ആരോടാ അവന്റെ എതിർപ്പ്? ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ, അതായത് ദൈവവചനം പ്രമാണിക്കുന്നവർ, യേശുവിന്റെ സാക്ഷിയുള്ളവരുമായിട്ടുള്ളവരോട്. ബാക്കിയുള്ളവരുടെ ഈ ഒത്തുകുഴപ്പൻ, കോംപ്രമൈസിങ്, ഒരു അഴകുഴമ്പൻ, ലോകത്തിന്റെ പിന്നാലെ അത് ശരി ഇതും ശരി, എല്ലാം കൊള്ളാം അതും കൊള്ളാം, യേശുവും ദൈവവും അതും ദൈവമാ ഇതും ദൈവമാ മറ്റേതും ദൈവമാ, എല്ലാം സത്യവാ അതും സത്യവാ ഇതും സത്യവാ എന്ന എല്ലാം ഒരു അഴകുഴമ്പൻ ഒഴുക്കം മട്ടില് അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രോസിക്യൂഷനോ ഉപദ്രവമില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സത്യത്തിന് വേണ്ടി നമ്മളൊരു
സൗമ്യതയോടെ ജ്ഞാനത്തോടെ നമ്മൾ ആയിരിക്കുമ്പോൾ അവിടെ ഒരു ലോകത്തിന്റെ ഒരു പകയുണ്ട്. അത് നമ്മൾ 12-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. ഇപ്പൊ 1, 2, 3, 4 റെഫറൻസ് നമ്മളിപ്പം കണ്ടു. പിന്നെ 5-ാമത്തെ റെഫറൻസ് ഇവിടെ 19-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തിൽ അതിന്റെ ഒരു ഫുൾ അതില്ല. എന്നാൽ 19-ാം അധ്യായത്തിന്റെ വെളിപാട് 19-ന്റെ 10 യഥാർത്ഥത്തിലുള്ള പ്രവചനത്തിന്റെ കാര്യം പറയുന്നത്. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. അതിന് തൊട്ട് മുമ്പ് 10-ാമത്തെ വാക്യം മൊത്തമായിട്ട് ഞാൻ വായിക്കുക. ഞാൻ അവനെ, അതായത് യോഹന്നാൻ അപ്പോസ്തലൻ അവനെ, അതായത് ദൂതനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്തിനത്രയും. അപ്പം യേശുവിന്റെ സാക്ഷ്യം എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നെ ദൈവത്തെ നമസ്കരിക്കുക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അത് എന്താ യേശുവിന്റെ സാക്ഷ്യം പ്രവചനത്തിന്റെ ആത്മാവ് എന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ 1-2 സെഷനായിട്ടൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇനി അത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. യേശുവിന്റെ ആ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുന്നത്, യേശു പറഞ്ഞതെല്ലാം പറയുന്നതും ഒക്കെയാണ്, ദൈവവചനം പറയുന്നതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള പ്രവചനത്തിന്റെ ആത്മാവ് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരുന്നത്. അപ്പൊ അവിടെ യേശുവിന്റെ സാക്ഷ്യം, ആ പ്രവചനം എന്ന് പറയുമ്പോഴും ആ വചനത്തിന്റെ കാര്യമായി നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ യേശുവിന്റെ സാക്ഷ്യം എന്നുള്ളൊരു കാര്യം, ഒരു പ്രവചനം എന്നുള്ള ഒരു വചനത്തിന്റെ സൂചനയും ആ വാക്യത്തിൽ വെളിപാട് 19-ന്റെ 10-ലും ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വായിക്കുന്ന 6-ാമത്തെ റെഫറൻസ് ആണ് നമ്മളിപ്പം വായിച്ച് 6-ാമത്തെ അവസാനത്തെ ആയിട്ട് ഈ പറയുന്ന ആ ഒരു ദ്വയം അല്ലെങ്കിൽ ഡയാഡ് ഇവിടെ നമ്മൾ ഇപ്പം കണ്ട. ഇപ്പം വെളിപാട് 20-ന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും. അപ്പോഴും അവർ തലഛേദിക്കപ്പെടാൻ കാരണം എന്താ? എന്തോ നന്മ പ്രവൃത്തികൾ ചെയ്തെന്നോ, ആതുരാലയങ്ങൾ തുടങ്ങിയെന്നോ അനാഥാലയങ്ങൾ എന്നൊന്നുകൊണ്ടല്ല. അവര് കർത്താവിന്റെ സാക്ഷ്യം പോലെ, അവര് കർത്താവിന്റെ യേശുവിന്റെ സാക്ഷ്യം, യേശു ജീവിച്ചതുപോലെ അവർക്കുള്ള വെളിച്ചത്തിൽ ജീവിച്ചു. ദൈവവചനം അവരെ മായം കൂടാതെ പ്രസ്താവിച്ചു. അപ്പൊ തലയൊക്കെ നോക്കിയപ്പം തല കാണുന്നില്ല. അപ്പൊ അത് അങ്ങനെ തല ഛേദിക്കപ്പെട്ടവർ അവരൊക്കെയാണ് എന്താ, അവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാവരും രക്തസാക്ഷികളാകാനുള്ള ഒരു ഓണർ ആൻഡ് പ്രിവിലേജ്, വലിയൊരു വിളിയും പദവിയും ഒന്നും നമുക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വരത്തില്ല. മിക്കവാറും ഒക്കെ കിട്ടുമായിരിക്കും. എന്ന് വെച്ചാൽ അന്ത്യകാലമൊക്കെ ഞാൻ അടുത്തു, അതുകൊണ്ട് മിക്കപ്പോഴും കിട്ടും. പക്ഷെ ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ലേ, നമുക്ക് രക്തസാക്ഷി ആവാനല്ല നമ്മുടെ വിളി എന്നുണ്ടെങ്കിൽ പോലും ദൈവം നമുക്ക് എന്ത് വിളിയാണോ തന്നിട്ടുള്ള ആ വിളിയിൽ നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ക്രൂസിന്റെ ഒരു കഷ്ടമുണ്ട്, ക്രൂസിന്റെ ഒരു നിന്ദയുണ്ട്. അവിടെ ആക്ഷരികമായിട്ട് നമ്മുടെ തല ഛേദിച്ചില്ലെങ്കിലും വാക്കുകളുകൊണ്ട് തല ഛേദിക്കുന്നവർ കാണും. അതുപോലെയൊക്കെയുള്ള പല പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ നിന്ന് നമ്മൾ മടുത്തു പോകാതെ ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും ഒക്കെ കർത്താവ് ലൂക്കോസ് 6-ന്റെ 27-28 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ കർത്താവിനോട് കൂടെ വാഴുന്നവരാകണമെന്നുണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ 5-6 വാക്യങ്ങൾ നമുക്ക് ദൈവം സഹായിച്ച് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാതെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതെ കർത്താവേ, ഞങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങള് കർത്താവേ, നിത്യതയിൽ അങ്ങയുടെ കൂടെ വാഴുമോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങേക്ക് മാത്രമേ അറിയത്തുള്ളൂ കർത്താവേ. ഞങ്ങൾക്ക് മറ്റു മനുഷ്യരെയൊക്കെ പറഞ്ഞ് അഭിനയിച്ച് പറ്റിക്കാം. എന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ അറിയാം. അതിനുവേണ്ടി ഒരു ദാഹം പോലും ഞങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ കർത്താവേ അങ്ങേക്ക് അറിയാം. അതോ കർത്താവേ, ഞങ്ങളുടെ അവസ്ഥയെ കർത്താവെ അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടൊപ്പം അങ്ങയോട് ചേർന്ന് വാഴുവാൻ തക്കവണ്ണം അവിടുത്തെ പുണ്യാഹയാഗത്തിന്, കാൽവരിയിലെ പുണ്യാഹയാഗത്തിന് പൂർണ്ണ പ്രതിഫലമായിട്ട് ആകത്തക്കവണ്ണം കർത്താവെ ഞങ്ങളെ തന്നെ തരുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളിലൂടെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം അവിടുന്ന് ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറയണം കർത്താവെ, അവിടുന്ന് വളരണം. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. അവിടുത്തെ വചനവും സാക്ഷ്യവും, അതെ കർത്താവ്, യേശുവിന്റെ വചനം, യേശുവിന്റെ സാക്ഷി നിമിത്തം ഞങ്ങൾക്ക് ഉപദ്രവമുണ്ട്, ഞങ്ങൾക്ക് കർത്താവ് ഒറ്റപ്പെടുത്തലുണ്ട്, ഞങ്ങൾക്ക് കുറ്റാരോപണങ്ങളുണ്ട്, ഞങ്ങൾക്ക് പല പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതുകൊണ്ടോ കർത്താവിന്റെ സാക്ഷ്യം ഇവിടെ ജീവിക്കുന്നതുകൊണ്ടോ വരാം. കർത്താവെ, ഇവിടെ ഒന്നും നിരാശപ്പെട്ടു പോകാതെ അങ്ങിലേക്ക് നോക്കുവാന്, വിശ്വാസത്തിന് നായകനെ പൊരുത്തുന്നതിനുമായ കർത്താവിലേക്ക് തന്നെ നോക്കുവാന്, കർത്താവ് ഈ പാപികളാലുള്ള വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിക്കുവാന്, കർത്താവെ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ഓരോരുത്തരെയും ആരും കർത്താവെ ആ ഒരു സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന ആ വിളിയിൽ നിന്ന് കുറവ് വന്നു പോകണമെന്ന് കർത്താവ് ഞങ്ങളെ കുറിച്ച് ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങ് അവിടുന്ന് എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത് കർത്താവെ. ഞങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടട്ടെ. ആരും കർത്താവ് ഞങ്ങളുടെ യുവാക്കളും കൊച്ചുപിള്ളേർ പോലും കർത്താവെ, ഞങ്ങളുടെ ഏത്
അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും കർത്താവെ അന്ന് നിത്യതയിൽ അവിടുത്തെ മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവെ ലജിച്ച് തല അടുത്തവാനെ ഇടവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് തന്ന വെളിച്ചത്തിനൊത്തവണ്ണം കർത്താവെ മുമ്പോട്ടായോ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഒരു കോംപ്രമൈസും ഒരു കർത്താവെ ആ ഒരു കുത്തുവിരുത്ത മനോഭാവം, ആ ഒരു കർത്താവെ ആ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന മനോഭാവം ത്തിലേക്ക് വീണു പോകാൻ ഞങ്ങളെ സഹായിക്കല്ലേ. കർത്താവെ വീണു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ കർത്താവെ, ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. അവിടുത്തെ ആത്മാവ് കർത്താവെ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം, റെസ്പോണ്ട് ചെയ്യാൻ തക്കവണ്ണം, അത് മാത്രമേ അവിടെ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഉള്ളല്ലോ കർത്താവെ. ഉള്ളതിന് കൂടുതൽ കൊടുക്കുമല്ലോ അവിടുന്ന്. അവിടുത്തെ അവിടുത്തെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് പ്രതികരിക്കുന്നവർക്ക് അവിടുന്ന് കൂടുതലായിട്ട് അവിടുന്ന് നിറച്ചു കൊടുക്കുമല്ലോ. ഞങ്ങളതിനെ സഹായിക്കണം. അതിനായിട്ട് അങ്ങയുടെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളെല്ലാവരും നൂർമേനി ഫലം കായ്ക്കുന്നവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെ ക്ഷമിച്ചാട്ടെ. എല്ലാത്തിലും അവിടുന്ന് നാമത്തെ മുഖത്തപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ.